ബഹുമാനപ്പെട്ട സച്ചിദാനന്ദ മാഷ്, ശ്രീ പി ബാലചന്ദ്രൻ MLA, ശ്രീ വൈശാഖ മാഷ്, ശ്രീ അശോകൻ ചെരുവിൽ, ശ്രീ മുരളി ചീരോത്ത്, ശ്രീ VS പ്രിൻസ്, അമർ ആകാശ്, ഭുവൻ തബാലിയ, ശ്രീ കരുവള്ളൂർ മുരളി, ശ്രീമതി വിജയരാജ മല്ലിക, ശ്രീമതി VS ബിന്ദു എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള സാഹിത്യ അക്കാദമി കേരള സമൂഹത്തിൻ്റെ ഭാഷകളും ബഹുതല സംസ്കാരവും സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും മാതൃകാപരമായി ലോക സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിലും എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഐക്യ കേരളം ഉണ്ടാകുന്നതിന് മുമ്പേ രൂപം കൊണ്ടതാണ് ഈ സാംസ്കാരിക സ്ഥാപനം. കേരളം ഇന്ന് സാംസ്കാരിക കാര്യങ്ങളിലും ലോകത്തിന് മാതൃകയാണ്. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെ സംശീകരിച്ച് ഭാവിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലും ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് പ്രബുദ്ധ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് തന്നെ മലയാള സാഹിത്യ സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഒരാഴ്ചക്കാലം നവകേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക വഴികളെ പ്രകാശിപ്പിക്കുന്ന സർവ്വതലസ്പർശിയായ ഒരു സാഹിത്യോത്സവമായി ഈ പരിപാടിയെ മാറ്റുക എന്നതാണ് അക്കാദമിയുടെ ആഗ്രഹം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദരണീയനായിട്ടുള്ള പ്രസിഡൻറ്റും ലോകപ്രസിദ്ധ കവിയും ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും ആയ സച്ചിദാനന്ദ മാഷാണ് ഫെസ്റ്റിവൽ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പിൻ്റെയും കേരള സർക്കാരിൻ്റെയും സർവാത്മനയുള്ള സഹകരണവും സഹായവും പിന്തുണയും സാഹിത്യോത്സവത്തിന് ലഭിക്കുന്നുണ്ട്. സാംസ്കാരിക നഗരിക്ക് അക്ഷരപ്രബുദ്ധതയുടെ ഉത്സവഛായ പകരുന്ന 5 ദിനരാത്രങ്ങൾ, 60-ൽ പരം സെഷനുകളിലായി 300-ലധികം എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും മഹാസംഗമം, മനുഷ്യാനുഭവങ്ങളും അനുഭൂതികളും ഭൂമിയിൽ എവിടെയും ഒന്നാണെന്ന തിരിച്ചറിവ് മലയാള ഭാവനയെയും ചിന്തകളെയും അഭിരുചികളെയും പുതുക്കിപ്പണിയുന്ന അക്ഷരപൂരം, എഴുത്തിൻ്റെയും വായനയുടെയും മഹാഘോഷം. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിൻ്റെ 2ാം പതിപ്പിന് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് സ്വാഗതം പറയുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ ബഹുമാന്യനായിട്ടുള്ള സെക്രട്ടറിയും ഫെസ്റ്റിവലിൻ്റെ സംഘാടക സമിതി ജനറൽ കൺവീനറുമായിട്ടുള്ള CP അബൂബക്കർ മാഷാണ്. അബൂബക്കർ മാഷിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരള സാഹിത്യ അക്കാദമിയും കേരള സർക്കാർ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവം 2ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി നടന്ന ആദ്യ സാഹിത്യോത്സവം വൻതോതിലുള്ള ജനപങ്കാളിത്തവും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി സാഹിത്യ പ്രതിഭകളുടെ സാന്നിധ്യവും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. നാടകോത്സവവും ബിനാലെയുമൊക്കെ പോലെ പൊതുമേഖലയിൽ ഒരു സാഹിത്യോത്സവം വേണമെന്ന അക്കാദമിയുടെ ആഗ്രഹവും അതിന് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ നൽകിയ അകമഴിഞ്ഞ പിന്തുണയും സാഹിത്യോത്സവത്തിൻ്റെ ആദ്യ പതിപ്പിന് കരുത്തായി തീർന്നു. സാംസ്കാരിക നഗരമായ തൃശ്ശൂർ അതിൻ്റെ സ്വന്തം ആഘോഷമായി സാഹിത്യോത്സവത്തെ മാറ്റി. ഇന്ന് നാം അതിൻ്റെ 2ാം പതിപ്പിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ തവണത്തേതുപോലെ അത്ര വിപുലമായിട്ടല്ലെങ്കിലും ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണെങ്കിലും സാഹിത്യോത്സവത്തിന് തുടർച്ചയുണ്ടാകണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമാണ് അക്കാദമിയുടെ ഈ ശ്രമത്തിന് പിന്നിലുള്ളത്. സാഹിത്യോത്സവങ്ങൾ സംവാദങ്ങളുടെ ഇടമാണ്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലൊഴികെ മതേതരമായ പൊതുമണ്ഡലങ്ങൾ വളരെ വേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സ്വതന്ത്രമായ ചിന്തയുടെയും സർഗാത്മകതയുടെയും ഭൂമികകൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഇത്. തികഞ്ഞ രാഷ്ട്രീയ ബോധ്യത്തോടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഭാവിയെക്കുറിച്ച് സംസാരിക്കാനുള്ള വേദിയാണ് സാഹിത്യോത്സവം. നമ്മുടെ സാഹിത്യ പരിസ്ഥിതിയെ ആഴത്തിലറിയാനും പുനർനിർവചിക്കാനുമുള്ള അവസരമാണ്. സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സാഹിത്യാസ്വാദകരുടെ ഭാഗത്തു നിന്നും വളരെ ആവേശകരമായ പ്രതികരണമാണ് ഇത്തവണയും ഞങ്ങൾക്ക് ലഭിച്ചത്. സാഹിത്യോത്സവങ്ങളുടെ പതിവ് സമയമല്ലാതിരുന്നിട്ട് കൂടി ധാരാളം പേർ ഡെലിഗേറ്റുകളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. MDയോടുള്ള ആദരസൂചകമായി ഫെസ്റ്റിവലിൻ്റെ 2ാം ദിനം ബഷീർ വേദിയിൽ ദിവസം മുഴുവൻ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദീർഘകാലം സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് അക്കാദമി ഓഡിറ്റോറിയത്തിന് നൽകുന്ന ചടങ്ങ് ഈ ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് ആദരണീയനായ കേരള റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K. രാജൻ നിർവഹിക്കും.
പതിവ് പരിപാടികൾക്ക് പുറമെ കുട്ടികൾക്കായൊരു മുഴുവൻ ദിന സാഹിത്യ ശില്പശാലയും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ശില്പശാല ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹകരണത്തോടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഭാവനയെയും ഭാവുകത്വത്തെയും പുതുക്കിപ്പണിയാനുള്ള സാഹിത്യ അക്കാദമിയുടെ പ്രതിജ്ഞാബദ്ധതയുടെ പ്രകാശനമായിട്ടാണ് കേരള സർവ്വദേശീയ സാഹിത്യോത്സവത്തിൻ്റെ 2ാം പതിപ്പ് ആദരപൂർവ്വം മലയാള ഭാഷയ്ക്ക് സമർപ്പിക്കുന്നത്. സാഹിത്യോത്സവത്തിൻ്റെ തുടർച്ച സാധ്യമാക്കാനുള്ള പിന്തുണ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട MLA ആയിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഓഡിറ്റോറിയത്തിന് MDയുടെ പേര് നൽകണമെന്നുള്ള നിർദ്ദേശം ആദ്യം അവതരിപ്പിച്ചത് നമ്മുടെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ തീരുമാനമെടുത്തത്. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കെ രാജൻ ഈ ഓഡിറ്റോറിയത്തിന് MD ഓഡിറ്റോറിയം എന്ന് പേര് നൽകുന്നതായിരിക്കും. അധ്യക്ഷവേദിയിലേക്ക് ശ്രീ പി ബാലചന്ദ്രൻ MLA ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും അക്കാദമി ഓഡിറ്റോറിയത്തിന് MD ഓഡിറ്റോറിയം എന്ന് പേര് നൽകുന്നതും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനാണ്. കെ രാജനെ സംബന്ധിച്ച് ഒരു വിവരണത്തിൻ്റെ ആവശ്യമില്ല. തൃശ്ശൂരിലെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായിട്ടുള്ള കെ രാജനെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫെസ്റ്റിവൽ പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുന്നത് സാഹിത്യ അക്കാദമിയുടെ അഭിവന്ദനായ പ്രസിഡന്റ് സച്ചിദാനന്ദൻ മാസ്റ്ററാണ്. സച്ചിദാനന്ദൻ മാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്. അവർ എത്തിച്ചേർന്നിട്ടില്ല. അവരെ അസാന്നിധ്യത്തിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഫെസ്റ്റിവൽ ബുക്ക് സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യനാണ്. അർജുൻ പാണ്ഡ്യൻ IASനെ തൃശ്ശൂർ ജില്ലാ കലക്ടറെ സ്വാഗതം ചെയ്യുന്നു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ പ്രകാശനം അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിലിനെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഫെസ്റ്റിവൽ ബുക്ക് സ്വീകരിക്കുന്നത് കേരള ലളിതകലാ അക്കാദമി അധ്യക്ഷനായിട്ടുള്ള ശ്രീ മുരളി ചീരോത്താണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥികളായി ഇതിൽ പങ്കെടുക്കുന്നത് ശ്രീ MK വർഗീസ്, ബഹുമാനപ്പെട്ട മേയർ, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VS പ്രിൻസ് എന്നിവരാണ്. രണ്ടുപേരെയും മേയർ എത്തിക്കഴിഞ്ഞിട്ടില്ല, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം നടത്തുന്നത് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണാണ്. അദ്ദേഹത്തിന് ഒരു വിശേഷണത്തിൻ്റെയോ വിവരണത്തിൻ്റെയോ ആവശ്യമില്ല. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സാന്നിധ്യം വഴി നമ്മൾക്ക് അനുഗ്രഹിക്കുന്നത് നേപ്പാളിൽ നിന്നുള്ള ഭുവൻ തപ്പാലിയ, അമർ ആകാശ്, അവർ രണ്ടുപേരെയും വി വെൽക്കം യു സർ. സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ടുള്ള കരിവള്ളൂർ മുരളി ഈ പരിപാടിയിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗം വിജയരാജ മല്ലികയും ഈ വേദിയിൽ സന്നിഹിതയായിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നു. നന്ദി രേഖപ്പെടുത്തുന്ന VS ബിന്ദുവാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട P ബാലചന്ദ്രൻ MLAയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തൃശ്ശൂർ MLA P ബാലചന്ദ്രൻ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഇന്ന് ചിങ്ങം 1 വരുന്ന 5 ദിവസങ്ങളിൽ സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ സാർവദേശീയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുകയാണ്. പരിമിതികളുണ്ട്. ആ പരിമിതികൾ സദയം സഹൃദയർ മനസ്സിലാക്കും എന്ന പ്രതീക്ഷയോടെയാണ് സാഹിത്യ അക്കാദമി ഈ സദുദ്യമത്തിന് തുടക്കമിടുന്നത്. ഇന്ന് തൃശ്ശൂരിൽ
നിരവധി പരിപാടികളുണ്ട് ഇതേ സമയത്ത് തന്നെ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പേരെ സദസ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. അധ്യക്ഷ പ്രസംഗം എന്നുള്ള നിലയ്ക്ക് സ്വാഗതത്തിലും അതിനു മുമ്പ് നടന്ന അറിയിപ്പിലും പറഞ്ഞതിന് അപ്പുറം എനിക്കൊന്നും പറയാനില്ല. മലയാള സാഹിത്യത്തെ സാർവദേശീയ സാഹിത്യവുമായി ബന്ധപ്പെടുത്തുന്ന സാംസ്കാരിക സമന്വയം സാധ്യമാക്കുന്ന ബഹുസ്വര സംസ്കാരത്തിൻ്റെ വിവിധ കൈവഴികൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സന്ദർഭം തൃശ്ശൂരിലെത്തിച്ചേരുന്നവർക്ക്, ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന മഹനീയമായ ഒരു കൃത്യത്തിനാണ് ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്. അധ്യക്ഷ പ്രസംഗം പരിമിതപ്പെടുത്തുകയാണ്. ഈ സാർവദേശീയ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജിനോട് ഞാൻ സദസ്സിനും അതുപോലെ തന്നെ വേദിയിലുമുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഉദ്ഘാടനവും അക്കാദമി ഓഡിറ്റോറിയത്തിന് കേരള സാഹിത്യ അക്കാദമി MT ഓഡിറ്റോറിയം എന്ന പേരിടൽ ചടങ്ങിനും ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. സാർവദേശീയ സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ആദരണീയനും പ്രിയങ്കരനുമായ തൃശ്ശൂരിൻ്റെ MLA ശ്രീ P. ബാലചന്ദ്രൻ, ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു, ഏറ്റവും ആദരണീയനായ ഫെസ്റ്റിവലിൻ്റെ പരിപ്രേക്ഷ്യം അക്ഷരാർത്ഥത്തിൽ ഈ സദസ്സ് മുമ്പാകെ അവതരിപ്പിക്കുന്ന സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻറ്റും സാർവദേശീയ സാഹിത്യ ലോകത്തിന് മലയാളം ഏറ്റവും അഭിമാനത്തോടെ സംഭാവന ചെയ്ത പ്രിയപ്പെട്ട സച്ചിദാനന്ദൻ മാഷ്, വേദിയിലുള്ള ബഹുമാനായിട്ടുള്ള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ശ്രീ മുരളി ചീരോത്ത്, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് VS പ്രിൻസ്, കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സാഹിത്യ അക്കാദമിയുടെ മുൻ പ്രസിഡൻറ്റും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായിട്ടുള്ള ഈ സാഹിത്യോത്സവത്തിൻ്റെ പതാക ഉയർത്തിക്കൊണ്ട് ഈ ചടങ്ങിന് തുടക്കം കുറിച്ച പ്രിയപ്പെട്ട വൈശാഖൻ മാസ്റ്റർ, കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി അബൂബക്കർ മാഷ്, വേദിയിലുള്ള നേപ്പാൾ സാഹിത്യകാരന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട ഭുവൻ തപാടിയ, അമർ, നമ്മുടെ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗവും എഴുത്തുകാരിയുമായിട്ടുള്ള വിജയരാജ മല്ലിക, പ്രിയപ്പെട്ട VS ബിന്ദു, വേദിയേക്കാൾ കൂടുതൽ പ്രമുഖരും പ്രശസ്തരുമായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഈ സദസ്സ്, ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, സച്ചിദാനന്ദൻ മാസ്റ്റർ സംസാരത്തിന് ശേഷം ആകേണ്ടതാണ് യഥാർത്ഥത്തിൽ ഈ ചടങ്ങ്. പക്ഷേ
ഞങ്ങൾ 2 മന്ത്രിമാർക്കും 1 മണിക്കൂറിനുള്ളിൽ പങ്കെടുക്കേണ്ട 3 പരിപാടികൾ നഗരത്തിൻ്റെ ചുറ്റുവട്ടത്തും വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 17 മുതൽ 21 വരെ നീണ്ടു നിൽക്കുന്ന 5 ദിവസത്തെ മലയാളം സാർവദേശീയ സാഹിത്യത്തെ മലയാളിക്ക് പരിചയപ്പെടുത്താനും സാർവദേശീയ സാഹിത്യശാഖകളോട് മലയാളത്തിന് സമ്മതിക്കാനും കഴിയുന്ന വിധത്തിൽ അക്കാദമി ലോകശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ സാഹിത്യോത്സവം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ തുടക്കം കുറിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് വൈകുന്നേരമാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും രാവിലെ തന്നെ ഈ സമ്മേളനം ആരംഭിക്കണം എന്ന് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഒഴിച്ചുകൂടാനാകാത്ത ചില പ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇന്ന് ഉച്ചവരെ ഈ നഗരത്തിൽ നടത്തേണ്ട ഏതാണ്ട് എല്ലാ ചടങ്ങുകളിൽ നിന്നും മാറി നിൽക്കേണ്ട വളരെ ഔദ്യോഗികമായ ചില തിരക്കുകൾ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് എത്താനായില്ല. ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ആ ചടങ്ങുകളിലെല്ലാം ഞങ്ങൾ എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഈ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള നമ്മുടെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും വേദിയിലുണ്ട്. ഞാൻ ആദ്യം വിട്ടുപോയതിൽ പെട്ടതാണ്. നമുക്കറിയാം, നേരത്തെ ഇവിടെ വളരെ കൃത്യതയോടുകൂടി സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന തൃശ്ശൂർ വിവിധങ്ങളായിട്ടുള്ള അക്കാദമികളുടെ കൂടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ അന്താരാഷ്ട്ര നാടകോത്സവത്തിൻ്റെ വേദിയായി. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നമ്മുടെ നാട് ശ്രദ്ധയോടെ സംഘടിപ്പിച്ചു. നേരത്തെ നമ്മൾ നടത്തിയിരുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വാദ്യ കലോത്സവം തന്നെ സംഗീത അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. കൊച്ചി ബിനാലെ നമുക്കടുത്ത് നമ്മുടെ സാംസ്കാരിക പരിപ്രേക്ഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ഒരു ജനകീയ സംവിധാനമായി മാറി. കലാമണ്ഡലം അതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെ മറനീക്കി മതിലു പൊളിച്ച് സാധാരണ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ 2 എഡീഷനുകളിലായി നടത്തിയ ഈ സർവ്വദേശീയ സാഹിത്യോത്സവവും അക്കാദമിയുടെ അഭ്യർത്ഥന കൂടി അടിസ്ഥാനത്തിൽ പരിമിതമായിട്ടുള്ള സാമ്പത്തിക സംവിധാനങ്ങൾ വെച്ച് പലവിധത്തിൽ നാടിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര ഉപരോധങ്ങളുടെ നടുവിലും യഥാർത്ഥത്തിൽ ഉറക്ക ചിന്തിക്കാനും പറയാനും സംവാദങ്ങളുടെ വഴികൾ തടഞ്ഞിടാനും പറ്റാത്ത വിധത്തിൽ മലയാളിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി സംഘടിപ്പിച്ച് വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട് ഇന്ന് വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു നാടാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിൽ സാഹിത്യ പ്രസ്ഥാനവും വായനശാലകളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നാടക പ്രസ്ഥാനങ്ങളും ഒക്കെ വഹിച്ച പങ്ക് ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി പിടിപ്പിക്കപ്പെട്ട ഒന്നാണ്. കേരളം കണ്ട സമാനതകളില്ലാത്ത കർഷക തൊഴിലാളി സമരങ്ങൾ എങ്ങനെയാണോ നാടിനെ ഇളക്കിമറിച്ചത്, അതുപോലെയോ അതിനേക്കാൾ കരുത്തോടെയോ കേരളത്തിലെ നാടക പ്രസ്ഥാനങ്ങളും സാഹിത്യ പ്രസ്ഥാനങ്ങളും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും നവോത്ഥാനത്തിൻ്റെ നാടായി കേരളത്തെ മാറ്റാൻ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത സംഭവങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആരാലും മറയ്ക്കാൻ പറ്റാത്ത അഭിമാനകരമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിനും അപ്പുറത്ത് നാടു നേടിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി നാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ബഹുസ്വരതയുടെയും ചിന്തകളെ തകർക്കാനും ഭരണഘടനയെ തന്നെ ഉന്മൂലനം ചെയ്യാനും ശ്രമിക്കുന്ന ശക്തികൾ എല്ലാ വിധത്തിലുള്ള ഫാസിസ്റ്റ് രൂപങ്ങളോടെ സാംസ്കാരിക മേഖലകളിൽ ഉൾപ്പെടെ ഇടപെടുന്ന അപകടകരമായിട്ടുള്ള ഒരു കാലത്തിൻ്റെ നടുവിലാണ് സാംസ്കാരിക പ്രവർത്തകർ ഒറ്റപ്പെട്ടു പോകാത്ത വിധം നമ്മുടെ നാട്ടിൽ ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചും അതിൻ്റെ വഴികളെക്കുറിച്ചും നാം നടത്തേണ്ട അനിവാര്യമായ കടമകളെക്കുറിച്ചും ലോകത്തിനോട് തന്നെ സംവദിക്കാൻ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള ഈ തൃശ്ശൂർ വേദിയായി മാറുന്നത്. ദേശീയത പോലും തെറ്റായ വിധത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. നമ്മുടെ ദേശീയത വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളുടെ, ഭാഷകളുടെ, വസ്ത്രധാരണ ഭക്ഷ്യരീതികളുടെ, അഭിപ്രായ പ്രകടനങ്ങളുടെ, ജാതിമത വൈവിധ്യങ്ങളുടെ എല്ലാം കേന്ദ്രമായിട്ടുള്ള ഒരു ബഹുസ്വരതയാണ് എന്ന് തിരിച്ചറിയുന്നതിന് പകരം ഇല്ലാത്ത ബിംബങ്ങളെ ചൂണ്ടിക്കാണിച്ച് ദേശീയത പുനർനിർണയിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക്
സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് വാക്ക് ഉപയോഗിക്കുന്നത് പോലെ ഭരണകൂടം തന്നെ നേതൃത്വം നൽകുന്ന ഭീകരവാദത്തിൻ്റെ വഴികളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വളരെ വളരെ നിർണായകമായ ഒരു ഘട്ടം നമ്മുടെ നാട്ടിലുണ്ട്. ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ടിരുന്ന കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി പരിവർത്തനം ചെയ്യാൻ ഏതെല്ലാം വിധത്തിലാണോ കേരളം ഇടപെട്ടത്, രാജ്യത്തിൻ്റെ തന്നെ ദേശീയതയെയും അതുയർത്തിപ്പിടിക്കുന്ന ഏറ്റവും സമുന്നതമായിട്ടുള്ള ബഹുസ്വരത എന്ന ആശയത്തെയും നിലനിർത്താൻ, അതുകൊണ്ട് തന്നെ കേരളത്തിനകത്തും പുറത്തും മലയാളത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തകർക്കും സാഹിത്യകാരന്മാർക്കും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഇടപെടേണ്ടി വരുന്ന ഒരു കാലമായി ഇത് മാറിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഔദ്യോഗികമായി ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ട 22 ഭാഷകളെ പോലെ തന്നെ പ്രധാനമാണ് പ്രാദേശികമായ ഭാഷയ്ക്ക് ലിപിയുള്ളതും ലിപി ഇല്ലാത്തതുമൊക്കെ അടക്കം 19,500-ലധികം വരുന്ന വൈവിധ്യമായിട്ടുള്ള ഭാഷകളുടെ ഒരു സംഗമഭൂമിയായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഒരു ഭാഷയെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സംസ്കാരത്തെ നിഷേധിക്കുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ഘട്ടം. ദേശീയത പുതിയ തലത്തിൽ വായിക്കാൻ ശ്രമിക്കുകയും ഫാസിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള സാംസ്കാരിക സംവിധാനങ്ങളെ പിടിച്ചടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആപൽകരമായിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ വരുന്ന ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ട്. നവോത്ഥാന പുരോഗമന സാഹിത്യത്തിൻ്റെ ജീവജലം നമ്മുടെ സാമൂഹികതയ്ക്ക് ഒന്നുമല്ല ജീവൽ പകർന്നിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടിലും ആ ചരിത്രത്തിൻ്റെ കാമ്പും കരുത്തുമുണ്ടെന്ന വസ്തുത നമുക്ക് വിസ്മരിച്ചുകൂടാ. ദൗർഭാഗ്യവശാൽ ആ ചരിത്രം, കേരളത്തിൻ്റെ അതിസമ്പന്നമായിട്ടുള്ള സാംസ്കാരികത മനഃപൂർവ്വം തിരസ്കരിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഘട്ടമാണിത്. അസത്യത്തിൻ്റെ വികലമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ നിറച്ച കേരള സ്റ്റോറി എന്ന പേരിൽ പടച്ചുവിടുന്ന ഒരു അതിഭീകരമായിട്ടുള്ള അപസർപ്പക ചിത്രങ്ങളെ ദേശീയ അംഗീകാരം നൽകി പരിഹാസ്യമാകും എന്ന് നമുക്ക് തോന്നാമെങ്കിലും അത്തരം സാംസ്കാരിക രൂപങ്ങളെ പോലും ഉപകരണമാക്കി മാറ്റിക്കൊണ്ട് നാടിൻ്റെ സാംസ്കാരിക മുന്നേറ്റങ്ങളെ തകർക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അധികാര കേന്ദ്രമാണ് എന്നുള്ളതാണ് നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കൂട്ടിച്ചേർക്കപ്പെട്ടതായതുകൊണ്ട് മതനിരപേക്ഷതയും സോഷ്യലിസവും ഒഴിവാക്കപ്പെടണം എന്ന് ചിന്തിക്കപ്പെടും വിധം ഇന്ത്യക്ക് മാറാൻ പറ്റുന്നത് എങ്ങനെയാണ്? രാജ്യത്തിൻ്റെ പവിത്രമായിട്ടുള്ള ഭരണഘടനയെക്കുറിച്ചും അതിൻ്റെ ആമുഖത്തെക്കുറിച്ചും നാം അഭിമാനത്തോടെ പറയുന്നത് അതിൻ്റെ പിന്നിൽ എല്ലാ വിധത്തിലുള്ള സംസ്കാരങ്ങളെയും ഒരുമിച്ച് ഇഴചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാംസ്കാരിക പരിപ്രേക്ഷ്യത്തെ കൂടി അത് അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ സാംസ്കാരിക പരിപ്രേക്ഷ്യത്തെ കൂടി ഇല്ലാതാക്കി ഫാസിസം എന്ന ചിന്തയ്ക്ക് അക്ഷരാർത്ഥത്തിൽ രൂപം നൽകാൻ ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക്, കേരളത്തിലെ എഴുത്തുകാർക്ക് വെറുതെ ഇരിക്കാനാകില്ല. അതിന് നേതൃത്വം നൽകുന്ന സച്ചിദാനന്ദൻ മാഷ പോലെ ലോകം അംഗീകരിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയുടെ നേതൃത്വത്തിലുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ ഭരണസമിതിക്ക് നോക്കുകുത്തിയായിരിക്കാനാകില്ല. ആ പുരോഗമന ചിന്തയെ ഹൃദയത്തിലേറ്റുവാങ്ങുകയും അതിൻ്റെ പരിപ്രേക്ഷ്യം നാടാകെ ഒരു സൗരഭ്യം പോലെ അവതരിപ്പിക്കുകയും ചെയ്ത കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും അതിൻ്റെ പ്രവർത്തകർക്കും കാഴ്ചക്കാരായി ഇരിക്കാനാകില്ല. ആ യാഥാർത്ഥ്യമാണ് അക്ഷരാർത്ഥത്തിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സാംസ്കാരികോത്സവം ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ പരിപ്രേക്ഷ്യമല്ലാതെ, എന്നാൽ നേരത്തെ അബൂബക്കർ സാർ വരികൾക്കിടയിൽ വളരെ ഭദ്രമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാം ഉയർത്തിപ്പിടിക്കേണ്ട മതനിരപേക്ഷതയുടെയും സാംസ്കാരിക നേരിൻ്റെയും ഒരു രാഷ്ട്രീയത്തെ നമുക്ക് പരസ്പരം പകർന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാഹിത്യ അക്കാദമി നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാനൊരു കാര്യം ദീർഘമായി പോകുന്നില്ല, ഞാനൊരു കാര്യം പറയാതെ പോകാനാകില്ല. നമ്മുടെ നവോത്ഥാന കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം അഭിമാനത്തോടെ അവകാശപ്പെടുന്ന ഈ കേരളം സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള മുഴുവൻ ശ്രമങ്ങളെയും തമസ്കരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള കുത്തൊഴുക്കിൻ്റെ മുമ്പിൽ ഒലിച്ചു പോകാതിരിക്കാനുള്ള ഗ്യാരണ്ടി യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിനകത്ത് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മളാണ് എന്ന് ലോകത്തിനോട് നമുക്ക് വിളിച്ചു പറയേണ്ടതുണ്ട്. ഈ മലയാളക്കര എന്തിനാണ് ഇത്രമേൽ ആപൽക്കരമായ വിധത്തിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? ദുരന്ത മുഹൂർത്തത്തിൽ പോലും, ഒരു ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ പോലും മലയാളം എന്ന വാക്കു പറയുന്ന 3.5 കോടി മലയാളിയായി ജീവിക്കുന്ന ഒരു ഭൂപ്രദേശത്തെ മനുഷ്യൻ ഒറ്റപ്പെടാൻ നാം ചെയ്ത കുറ്റമെന്താണ് എന്ന ചോദ്യം
ഭീതിയോടെ നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. അതുകൊണ്ട് മലയാളത്തിൻ്റെ അസുലഭമായിട്ടുള്ള അസാമാന്യമായിട്ടുള്ള സാംസ്കാരിക അനുഭവങ്ങളുടെ നേർചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നാം ലോകത്തെ ആകെ ഒരു ചിന്താഗതിയുടെ കൂടെ കൊണ്ടുവരാൻ കഴിയുന്ന സാഹിത്യ അക്കാദമിയുടെ ചുറ്റുവട്ടത്തുമായി 5 ദിവസം ലോകം സാഹിത്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ചും അങ്ങനെ തുടങ്ങുന്ന നമുക്ക് ചുറ്റും സജീവമായ പ്രശ്നങ്ങളെക്കുറിച്ച് 5 പകലുകളും സായാഹ്നങ്ങളും രാത്രികളും നാം ചർച്ച ചെയ്യാൻ പോകുന്ന ഈ സാഹിത്യോത്സവം, സർവ്വദേശീയ സാഹിത്യോത്സവം ലോകത്തിനോട് ചിലത് പറയുക തന്നെ ചെയ്യും എന്ന കാര്യങ്ങളിൽ ഒരു സംശയവുമില്ല. നുണകൾ പ്രചരിപ്പിക്കുകയും നുണകൾ ഉപയോഗിച്ചുകൊണ്ട് സാഹിത്യ സൃഷ്ടി നടത്തുകയും അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിന് വയ്ക്കാനുള്ള ഒരു മതനിരപേക്ഷ ബദലാണ് ഈ സർവ്വദേശീയ സാഹിത്യോത്സവം എന്ന് പറയാതിരിക്കാൻ ആകില്ല. ഏറ്റവും സന്തോഷത്തോടെ പറയട്ടെ, ഇവിടെ നടക്കുന്ന അതിനേക്കാൾ സമ്പന്നമായ ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ ഈ സർവ്വദേശീയ സാഹിത്യോത്സവത്തെ ഏറ്റവും സമ്പന്നമാക്കുന്ന ഒരു ചടങ്ങാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിൽ. സാഹിത്യ അക്കാദമിയുടെ ഓഡിറ്റോറിയം ഏറ്റവും പ്രിയങ്കരനായ രണ്ടാമൂഴത്തിൻ്റെയും വാരാണസിയുടെയും കാലത്തിൻ്റെയും നാലുകെട്ടിൻ്റെയും മഞ്ഞിൻ്റെയും ഒക്കെ പ്രിയങ്കരനായിട്ടുള്ള എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ സമർപ്പിക്കുക എന്ന സമുജ്വലമായ ചടങ്ങ് നടത്തുന്നത്. ഈ സർവ്വദേശീയ സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടനം അക്ഷരാർത്ഥത്തിൽ നിലവിളക്കിന് തിരികൊളുത്തി നാം നടത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് MTയുടെ നാമധേയത്തിലുള്ള മഹത്തായ ഈ ഓഡിറ്റോറിയം ലോകത്തിന് സമർപ്പിക്കുന്നതിലൂടെയാണ് നമ്മളെല്ലാവരും ചേർന്ന് സാഹിത്യ അക്കാദമിയുടെ ഈ മഹനീയമായിട്ടുള്ള സർവ്വദേശീയോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് സ്നേഹപൂർവ്വം രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പേരിലുള്ള കൂടിയുള്ള എല്ലാ ആശംസകളും നിങ്ങൾക്ക് ഞങ്ങളിലൂടെ കൂടി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആണ്. ബിന്ദു മാമിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS അവർകളാണ്. അദ്ദേഹത്തെയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ MLA ശ്രീ P. ബാലചന്ദ്രൻ, ബഹുമാന്യനായ ഉദ്ഘാടകൻ കേരളത്തിൻ്റെ പ്രിയങ്കരനായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ K. രാജൻ, വേദിയിൽ സന്നിഹിതനായ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻറ്റും നമ്മുടെ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയ സാന്നിധ്യവുമായ ബഹുമാന്യനായ സച്ചിദാനന്ദൻ സർ, പതാക ഉയർത്തിയ പ്രിയപ്പെട്ട വൈശാഖ മാഷ്, സ്വാഗതം ആശംസിച്ച അക്കാദമി സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ CP അബൂബക്കർ മാഷ്, ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ, സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻറ്റ് ബഹുമാന്യനായ ശ്രീ അശോകൻ ചെരുവിൽ, കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർപേഴ്സൺ ശ്രീ മുരളി ചീരോത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ബഹുമാന്യനായ ശ്രീ VS പ്രിൻസ്, ബഹുമാന്യനായ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ, നേപ്പാളിൽ നിന്ന് വന്നിട്ടുള്ള ബഹുമാന്യരായ ഭുവൻ തപാലിയ, ശ്രീ അമർ ആകാശ്, കേരള സംഗീത അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളിയേട്ടൻ, അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗം ശ്രീമതി വിജയരാജ മല്ലിക, ശ്രീമതി VS ബിന്ദു, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ള സഹൃദയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മലയാളിയെ വിശ്വമാനവരാക്കി രൂപപ്പെടുത്തുന്നതിന് നമ്മുടെ എഴുത്തും വായനയും എത്രമേൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ഗൃഹാതുരത്വ സ്മരണകളോടെ ഈ ഫെസ്റ്റിവൽ ബുക്ക് നിങ്ങളേവരെയും പ്രതിനിധാനം ചെയ്ത് പ്രകാശനം ചെയ്തതായി സസ്നേഹം അറിയിക്കുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്
സാർവദേശീയ സാഹിത്യോത്സവത്തിൻ്റെ സംഘാടനം. രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്ത് വിവിധ ഇടങ്ങളിലെ ജനത എങ്ങനെ ജീവിക്കുന്നു, അവർ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ഭാവുകത്വം ഏത് ദിശയിലാണ് എന്നെല്ലാം കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ലോകസഞ്ചാരം നടത്താൻ മലയാളിയെ ഏറ്റവും അധികം സഹായിച്ചത് വായന എന്ന പ്രക്രിയയാണ്. നമ്മുടെ ഹിംസാത്മക വാസനകളെയും മൃഗീയമായ ചോദനകളെയെല്ലാം വിമലീകരിച്ചെടുക്കാൻ വലിയ നിലയിൽ സാഹിത്യം സഹായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക പൊതുമണ്ഡലത്തെ പുരോഗമന സ്വഭാവത്തോടെ മുന്നോട്ട് നയിക്കാനും വായന, എഴുത്ത് കേരളീയരെ നല്ലതുപോലെ സഹായിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ സച്ചിദാനന്ദ മാഷ് ഈ വർഷം ഈ സാർവദേശീയ സാഹിത്യോത്സവം സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ വേവലാതി ഹൃദയത്തിൽ കൊണ്ടു നടന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ തന്നെ സാംസ്കാരിക പരിപാടികളുടെ ഏറ്റവും മികവാർന്ന സംഘാടകനായ അദ്ദേഹം നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ നാടിൻ്റെ സമൃദ്ധമായ വൈജാത്യങ്ങളെയും ബഹുസ്വരതയെയും കുറിച്ച് ഏറ്റവും അധികം സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് നമുക്കറിയാം. ആ നിലയിൽ നമ്മുടെ ഹൃദയവികാസം സാധ്യമാക്കുന്ന തരത്തിൽ ലോകമെമ്പാടുമുള്ള എഴുത്തും വായനയും മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള അമൂല്യമായ അവസരമായ സാർവദേശീയ സാഹിത്യോത്സവം എന്ത് പ്രയാസമനുഭവിച്ചും നടത്തണം എന്നുള്ള ഉള്ളുഷ്ണിച്ച ആ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ സച്ചിദാനന്ദ മാഷക്കും അതുപോലെ സെക്രട്ടറി ആയിട്ടുള്ള CP അബൂബക്കർ മാഷക്കും സാഹിത്യ അക്കാദമിയുടെ ഭരണസമിതിക്കും ഹൃദയത്തിൽ നിന്ന് അഭിവാദ്യങ്ങളുടെ പൂച്ചെണ്ടുകൾ ഞാൻ അർപ്പിക്കുകയാണ്. മറ്റുള്ളവരെ കൂടി ഉൾക്കൊണ്ടു പോകാനുള്ള മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ്. സഹൃദയത്വം എന്ന വാക്കിൻ്റെ അർത്ഥം സമാന ഹൃദയത്വം എന്നുള്ളതാണല്ലോ. മറ്റുള്ളവരുടെ ഹൃദയമിടിപ്പുകൾക്ക് കാതുകൊടുക്കാനും അതിനോട് അനുതാപം പ്രകടിപ്പിക്കാനുമൊക്കെ കഴിയുന്ന വിധത്തിൽ സഹൃദയത്വം നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായി കരുപ്പിടിപ്പിക്കുന്നതിന് നമ്മുടെ വായനശാല പ്രസ്ഥാനത്തിലൊക്കെ വലിയ രീതിയിൽ സാധിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും സമയപരിമിതിക്കുള്ളിൽ പോകുന്നില്ല. 8,000-ൽ പരം പൊതുവായനശാലകളും അതിനപ്പുറം കോളേജുകളിലും കലാലയങ്ങളിലും സർവകലാശാലകളിലും വിദ്യാലയങ്ങളിലുമുള്ള അക്കാദമിക് ലൈബ്രറികളും എല്ലാം ചേരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ലൈബ്രറികളുടെ ഗാഢത ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. അതുപോലെ സമാനതകളില്ലാത്ത നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വളരെ കൗതുകത്തോടും ആദരവോടും കൂടിയാണ് ഇന്ത്യയെമ്പാടുമുള്ള സഹൃദയർ വീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സാർവദേശീയ സമ്മേളനം നമ്മെ സഹായിക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമ്മുടെ സാർവത്രിക സാക്ഷരതയുടെയും പ്രാദേശിക ആസൂത്രണത്തിൻ്റെയും ഒക്കെ ഘട്ടത്തിൽ നിശാ പാഠശാലകളൊക്കെയായി പ്രവർത്തിച്ച നമ്മുടെ വായനശാലകൾ, അതുപോലെ വിവർത്തനത്തിൻ്റെ മേഖലയിൽ അതും ഞാൻ സച്ചിദാനന്ദ മാഷെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാം ലോക കവിതകളും മറ്റ് രാജ്യങ്ങളിലെ കവികൾ എഴുതുന്നത്, സാഹിത്യകാരന്മാർ എഴുതുന്നത് അതിൽ അർത്ഥശോഷണം വരാതെ കൃത്യമായി വിവർത്തനം ചെയ്ത് തന്ന മഹാപ്രതിഭകളിൽ എടുത്തു പറയേണ്ട ആളാണ് സച്ചിദാനന്ദ മാഷ് എന്ന് ഞാൻ കരുതാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് അത്. ഇപ്പോൾ ലോർക്കയെയും നെരൂദയെയും കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം ഉയർത്തിപ്പിടിച്ച എഴുത്തുകാരെയും എല്ലാം നമ്മൾ പരിചയപ്പെട്ടത് സച്ചിദാനന്ദ മാഷിലൂടെ കൂടെയാണ്. അപ്പോൾ വേദിയിലിരിക്കുന്ന പലരും വിവർത്തന സാഹിത്യം നല്ലതുപോലെ കൈകാര്യം ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ വിപുലീകരിക്കാൻ നമ്മെ സഹായിച്ചിട്ടുണ്ട്.
കേരളത്തിന് വളരെ വിശാലമായ തീരദേശമാണുള്ളത്. അതിലൂടെ കടന്നു വന്ന എന്തിനേയും നമ്മൾ സ്വാംശീകരിച്ചിട്ടുണ്ട്. അതുപോലെ വായനയിലൂടെ നമ്മൾ സ്വാംശീകരിച്ച എന്തിനേയും നമ്മൾ കൊള്ളേണ്ടതിനെ കൊള്ളുകയും തള്ളേണ്ടതിനെ തള്ളുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ലോകത്ത് തന്നെ പ്രകാശമാനമായിട്ടുള്ള ഒരിടമായിട്ട് തുടരാൻ നമ്മളെ എക്കാലത്തും സഹായിച്ചിട്ടുള്ളത്. ആ ദിശയിൽ നല്ല ഒരു സംഭാവനയാകട്ടെ ഇത്തവണത്തെയും സാർവദേശീയ സാഹിത്യ സമ്മേളനം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ഹൃദയം അത് മറ്റുള്ളവരെ കൂടി ഉൾക്കൊണ്ടുപോകാൻ കഴിയുന്നതാക്കി മാറ്റുന്നതിനും മറ്റുള്ളവർക്ക് വേണ്ടി അവനവൻ്റെ ജീവിതം കൊണ്ട് സംഭാവന ചെയ്യുന്നതിനും തീർച്ചയായും എഴുത്തും വായനയും സഹായിക്കുമെന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ബഹുമാന്യനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ പ്രക്രിയകൾക്ക് ചങ്ങലയിട്ടുകൊണ്ട് നാക്ക് തടവറയിലാക്കപ്പെടുന്ന ഒരു കാലത്തേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വിഹ്വലത തീർച്ചയായും ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്. നിരവധി സാംസ്കാരിക നായകരാണ് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നെഞ്ചിൽ നിറതോക്കൊഴിച്ച് ഈ ലോകത്ത് നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ ചരിത്രത്തിൽ ഗാന്ധി മുതൽ ഇങ്ങോട്ട് സത്യദർശകരായ ഒരുപാട് പേർ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഭീകരമായിട്ടുള്ള ഓർമ്മകൾ വളരെ ശക്തമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ അന്തരീക്ഷമാണ് നമ്മുടേത്. ഒരിക്കലും വധിച്ചു കളയാനാക്കാത്ത വാക്കിൻ്റെ ഊക്ക് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ഈ സാഹിത്യ സമ്മേളനം തികഞ്ഞ അർത്ഥത്തിൽ സാർവദേശീയ സമ്മേളനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇനിയും സച്ചിദാനന്ദ മാഷെ തന്നെ ഞാൻ പരാമർശിക്കട്ടെ. ഈ ഉത്സവം മാഷിൻ്റേതാണ്. നമ്മുടെ സാർവദേശീയത എന്ന ആശയം മലയാളിക്ക് വേണ്ടി ഏറ്റവും മനോഹരമായി വിശദീകരിച്ചു കൊടുത്തിട്ടുള്ളതും മാഷാണ്. മാത്സര്യത്തിൻ്റെയും കമ്പോളത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിർവചിക്കപ്പെടുന്ന ആഗോളവൽക്കരണത്തിന് എതിർദിശയിൽ എല്ലാവരും സമഭാവനയോടെ കൈകോർത്ത് പിടിക്കേണ്ട പതിനായിരക്കണക്കിന് വൈവിധ്യപൂർണമായ സാംസ്കാരിക സവിശേഷതകൾ ഒന്നിച്ചു ചേരേണ്ടുന്ന വിശാല വേദിയാണ് സാർവദേശീയത എന്ന് മനോഹരമായ സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും സമാധാനപൂർണമായ സഹവർത്തിത്വത്തിൻ്റെയും ആശയങ്ങൾ നമ്മുടെ മുൻപാകെ ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ച സച്ചിദാനന്ദ മാഷ് നേതൃത്വം കൊടുക്കുന്ന സാർവദേശീയ സാഹിത്യ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് സാംസ്കാരിക തലസ്ഥാന നഗരിയുടെയും കേരളത്തിലെ പൗരാവലിയുടെയും സാധാരണ മനുഷ്യരുടെ ആകെ പിന്തുണ ഈ സാഹിത്യോത്സവത്തിന് രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തതായി സസ്നേഹം അറിയിക്കുന്നു. ഫെസ്റ്റിവൽ ബുക്ക് സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS അവർകൾ നമ്മളോട് സംസാരിക്കും. സ്നേഹാദരപൂർവ്വം ക്ഷണിക്കും. റവന്യൂ മിനിസ്റ്റർ കെ രാജൻ സർ, ബിന്ദു മാഡം, സച്ചിദാനന്ദൻ മാഷ്, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികൾ, ഇന്നത്തെ ദിവസം 17 തൊട്ട് 21 വരെ നമ്മുടെ സർവ്വദേശീയ സാഹിത്യോത്സവം ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ്. സാഹിത്യോത്സവത്തിനെക്കുറിച്ച് വിശദമായിട്ട് എല്ലാവരും സംസാരിക്കുകയുണ്ടായി. ഇത് നല്ലൊരു പ്രോഗ്രാമായിട്ട് മാറട്ടെ എന്നും ഇതിലൂടെ കൂടുതൽ ആശയങ്ങൾ വന്നുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും കൂടുതലായിട്ടുള്ള ആശയങ്ങൾ വരട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ സാഹിത്യോത്സവത്തിൻ്റെ പതാക ഉയർത്തി ഉത്സവത്തിന് തുടക്കം കുറിച്ച പ്രിയപ്പെട്ട വൈശാഖൻ മാഷ്, സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻറ്റും പ്രശസ്ത എഴുത്തുകാരനുമായ അശോകൻ ചെരുവിൽ, അക്കാദമിയുടെ സെക്രട്ടറിയും കവിയുമായ അബൂബക്കർ മാഷ്, ഇതിന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട MLA P. ബാലചന്ദ്രൻ, ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് വേദി വിട്ടവരെ സംബോധന ചെയ്യാതിരിക്കുന്നതിൽ ക്ഷമിക്കുക. ഈ ബുള്ളറ്റിൻ പ്രകാശനം ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് തന്നെയാണ്. അത് സ്വീകരിക്കുന്ന മുരളി ചീരോത്ത്, മുഖ്യാതിഥികളായ MK വർഗീസ്, VS പ്രിൻസ്, ആശംസ അർപ്പിക്കുന്ന പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, ഇവിടെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ മുഴുവൻ ധന്യമാക്കുന്ന പ്രിയങ്കരായ നേപ്പാളി കവികൾ ഭുവൻ തപാലിയ,
അമരാകാശ്, കരിവെള്ളൂർ മുരളി, രാജേഷ് കുമാർ, എബിൻ ജോസഫ്, വിജയരാജ മല്ലിക, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കൃതജ്ഞത അർപ്പിക്കുന്ന പ്രിയപ്പെട്ട VS ബിന്ദു. ഒരർത്ഥത്തിൽ ഈ സാഹിത്യോത്സവത്തിൻ്റെ സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിപ്രേക്ഷ്യം ഇവിടെ ആവിഷ്കരിച്ച് കഴിയപ്പെട്ടിട്ടുണ്ട്. മന്ത്രി ശ്രീ രാജൻ്റെ അർത്ഥവത്തായ പ്രഭാഷണവും മന്ത്രി ബിന്ദുവിൻ്റെ സാഹിത്യവുമായി ബന്ധപ്പെട്ട വിചാരങ്ങളും ഇവിടെ നടന്ന പ്രകാശന സംഭാഷണങ്ങളുമെല്ലാം തന്നെ ഈ ഫെസ്റ്റിവൽ എന്തുകൊണ്ട് എന്ന കാര്യം ഏതാണ്ട് വിശദമായി തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മിക്കവാറും ആശയശൂന്യതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയാം. ഞാൻ പലപ്പോഴും കരുതാറുണ്ട്, സംവാദങ്ങൾ നിശ്ചലമാവുകയും സംഭാഷണങ്ങൾ ഏകപക്ഷീയമാവുകയും ചെയ്യുന്ന ഒരു ക്രൂരകാലത്തിലൂടെയാണ് നാം അഥവാ ഇന്ത്യ മുഴുവൻ കടന്നു പോകുന്നത് എന്ന്. ഒരാൾ എല്ലാ ദിവസവും നമ്മോട് മനസ്സിൻ്റെ സംസാരം എന്ന് അദ്ദേഹം വിളിക്കുന്ന അനേകം കാപട്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ സംവാദങ്ങളെ മുഴുവൻ തന്നെ നിശബ്ദമാക്കാനുള്ള പരിശ്രമങ്ങൾ, വേണ്ടി വന്നാൽ കൊലപാതകം കൊണ്ട് പോലും നിശബ്ദമാക്കാനുള്ള പരിശ്രമങ്ങൾ നാട്ടിൽ എങ്ങും അരങ്ങേറുന്നു. നമുക്കറിയാം, ചിത്രകാരന്മാരുടെയും എഴുത്തുകാരുടെയും ഒക്കെ നിശബ്ദമാകലിലൂടെയാണ് ഒരുപക്ഷെ ഈ സാംസ്കാരികമായ ആക്രമണം എന്ന് തന്നെ നിസ്സംശയം ഞാൻ വിശേഷിപ്പിക്കുന്ന ആ കാര്യം ആരംഭിച്ചത്. എങ്ങനെയാണ് MF ഹുസൈന് നാട് വിട്ട് അവസാന കാലത്ത് മറ്റൊരിടത്ത് പോയി മരിക്കേണ്ടി വന്നത് എന്ന്, എങ്ങനെയാണ് അനേകം ഒരു ലങ്കേഷിനെ പോലുള്ള പത്രപ്രവർത്തകർക്കും നമുക്കറിയാവുന്ന വലിയ എഴുത്തുകാർക്കും ചിന്തകർക്കും യുക്തിവാദികൾക്കും മതേതര ചിന്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുമെല്ലാം തന്നെ തുടർച്ചയായി ആക്രമണങ്ങൾ നേരിടുകയോ ചിലപ്പോൾ അവരൊക്കെ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തതെന്നും നമുക്ക് നന്നായി അറിയാം. അങ്ങനെയായിരുന്നു രക്തത്തിൻ്റെ അരങ്ങേറ്റം. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് രക്തച്ചൊരിച്ചിലിനെതിരെ സംസാരിക്കാൻ, അക്രമങ്ങൾക്കെതിരെ, ഹിംസയ്ക്കെതിരെ, അതിഭീമമായ രാഷ്ട്രീയമായ ആക്രമണങ്ങൾക്കെതിരെ സംസാരിക്കാൻ, സാമൂഹ്യമായ അനീതികൾക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുള്ള നാടുകളിലെയും എഴുത്തുകാരെ ഒന്നിച്ച് കൊണ്ടുവരിക എന്ന ആശയം സാഹിത്യ അക്കാദമി മുന്നോട്ട് വെച്ചത്. അത് പ്രിയങ്കരിയായ, കുട്ടിക്കാലം മുതൽ പ്രിയങ്കരിയായ ബിന്ദു പറഞ്ഞതുപോലെ എൻ്റെ ഉത്സവം അല്ല, ഇത് സാഹിത്യ അക്കാദമി ഒന്നിച്ച് നടത്തുന്ന എഴുത്തുകാരും സഹൃദയരുമായ അനേകം ആളുകൾ ഒന്നിച്ച് നടത്തുന്ന ഒരു ഉത്സവമാണ്. അതങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം, അതങ്ങനെ തുടരുകയും വേണം എന്ന് ആഗ്രഹിക്കുന്ന പലരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പോൾ ഈ സാഹിത്യ അക്കാദമി ഇത്തരത്തിലൊരു സാഹിത്യോത്സവം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന സ്വാഭാവികമായ ചോദ്യങ്ങളിലൊന്ന് എന്തിന് മറ്റൊരു സാഹിത്യോത്സവം എന്നതായിരുന്നു. കാരണം നമുക്കറിയാവുന്നതുപോലെ പ്രസാധകരും മാധ്യമ ഗൃഹങ്ങളും എല്ലാം തന്നെ അവരുടേതായ ഉത്സവങ്ങൾ നടത്തുന്നുണ്ട്.
അപ്പോൾ സാഹിത്യ അക്കാദമി മറ്റൊരു ഉത്സവം നടത്തണമോ? അതിനൊപ്പം തന്നെ അനേകം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നിത്യമെന്നോണം സാഹിത്യോത്സവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അപ്പോൾ എന്തിന് അക്കാദമിയുടെ മറ്റൊരു സാഹിത്യോത്സവം എന്ന ചോദ്യത്തെ സ്വയം അഭിമുഖീകരിച്ചുകൊണ്ടാണ് അത് വേണം എന്ന തീരുമാനത്തിൽ അക്കാദമി എത്തിച്ചേർന്നത്. അത് വേണം എന്നതിൻ്റെ ദീർഘമായൊരു ന്യായീകരണത്തിലേക്ക് കടക്കാനോ ദീർഘമായൊരു പ്രഭാഷണം നടത്താനോ ഒന്നും തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും സാഹിത്യോത്സവങ്ങളിൽ ലോകമെമ്പാടുമുള്ള അനേകം സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുത്ത ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, എല്ലാ സാഹിത്യോത്സവങ്ങളിലും പല വിധത്തിലുള്ള സംവാദങ്ങൾ സംഭവിക്കുന്നുവെന്നും എല്ലാ സാഹിത്യോത്സവങ്ങളും ആത്യന്തികമായി ജനാധിപത്യം എന്ന മഹത്തായ ആശയത്തെ പിന്തുടരുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു എന്നും ആണ്. കാരണം ഒരു വശത്ത് എഴുത്തുകാർ എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ ജെൻഡറുകളിലും പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ബഹുവചനം പ്രത്യേകിച്ചും ഉപയോഗിക്കുന്നത്. എഴുത്തുകാർ തമ്മിലുള്ള സംഭാഷണം, വായനക്കാർ തമ്മിലുള്ള സംഭാഷണം, എഴുത്തുകാരും വായനക്കാരും അഥവാ സഹൃദയരും തമ്മിലുള്ള സംഭാഷണം, ഇവയെല്ലാം വേദിക്കകത്തും വേദിക്ക് പുറത്തുമായി നടക്കുന്ന മഹോത്സവങ്ങളാണ് സാഹിത്യോത്സവങ്ങൾ. സംവാദത്തിൻ്റെ അനേകം തലങ്ങൾ അവിടെ സംഭവിക്കുന്നു, അനേകം വാതിലുകൾ അവിടെ തുറക്കപ്പെടുന്നു. പുതിയ ആശയങ്ങളിലേക്ക്, പുതിയ വിചാരങ്ങളിലേക്ക്, പുതിയ കലയുടെയും സാഹിത്യത്തിൻ്റെയും രൂപങ്ങളിലേക്ക്, പുതിയ രീതിയിലുള്ള സംവാദത്തിൻ്റെ സമ്പ്രദായങ്ങളിലേക്ക്, പുതിയ ഭാഷകളിലേക്ക്, ഇതുവരെ നാം അറിയാതിരുന്ന സാഹിത്യങ്ങളെക്കുറിച്ചുള്ള അറിവിലേക്ക്, ഇങ്ങനെ പല രീതിയിൽ അനേകം വാതിലുകൾ, അനേകം ജനലുകൾ നിരന്തരമായി തുറക്കുന്ന ഒരു സംഭവം എന്ന നിലയിലാണ് ഒരുപക്ഷെ നാം സാഹിത്യോത്സവങ്ങളെ സ്വാഗതം ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു. വാതിൽ തുറന്നിടൂ അഥവാ ജനൽ തുറന്നിടൂ എന്നത് ബഷീറിൻ്റെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും അർത്ഥവത്തായ വാചകങ്ങളിലൊന്നാണ് എന്ന് നിങ്ങൾക്കറിയാം. വാതിൽ തുറക്കാൻ മടിക്കുന്ന കാലങ്ങളിൽ, അഥവാ വാതിൽ തുറന്നാൽ ആരാണ് വരിക എന്ന് നമുക്കറിയാതിരിക്കുന്ന ഇത്തരത്തിലുള്ള ഇരുണ്ട കാലങ്ങളിൽ വാതിൽ തുറന്നിടുകയും പ്രകാശത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുക എന്നത് അനിവാര്യമായ ഒരു സാഹിത്യധർമ്മവും കലാധർമ്മവും സാംസ്കാരിക ധർമ്മവുമായി മാറുന്നു. ആ രീതിയിലുള്ള ഒരു വാതിൽ തുറക്കലാണ് ഈ തരത്തിലുള്ള സാഹിത്യോത്സവത്തിലൂടെ ഇവിടെ സംഭവിക്കുന്നതും സാഹിത്യോത്സവങ്ങളിലൂടെ പ്രധാനമായും സംഭവിക്കേണ്ടതും എന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ പല രീതികളിലുള്ള സംവാദ തലങ്ങളിലേക്ക് നമ്മെ മുഴുവൻ നയിക്കുന്ന ഒരു ഉത്സവമായി ഈ ഉത്സവവും മാറും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ സാമ്പത്തികമായ പരിമിതി മൂലം കഴിഞ്ഞ വർഷത്തെ അത്ര കേമമായി ആഘോഷത്തോടെ ഈ ഉത്സവം നടത്താൻ കഴിഞ്ഞില്ല എന്നതിൽ ഞങ്ങൾക്ക് സ്വാഭാവികമായും വിഷമമുണ്ട്. അതേസമയം ഇവിടെ നടക്കുന്ന ചർച്ചകളുടെ ഭാരത്തിന്, അതിൻ്റെ ഗൗരവത്തിന്, അതിൻ്റെ പ്രസക്തിക്ക് ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാവുകയില്ല എന്ന് മുൻകൂട്ടി തന്നെ ഉറപ്പ് നൽകാൻ ഞങ്ങൾക്ക് കഴിയും എന്നുകൂടി അറിയിക്കേണ്ടതുണ്ട്. എത്ര ദിവസങ്ങളിൽ, എത്ര വേദികളിൽ പരിപാടികൾ നടക്കുന്നുവെന്നല്ല, എന്തെല്ലാമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, എത്ര ഗൗരവത്തോടെയാണ് വിഷയങ്ങളെ പങ്കാളികൾ സമീപിക്കുന്നത്, എങ്ങനെയാണ് അവർ തമ്മിലുള്ള സംവാദം രൂപപ്പെടുകയും അത് ആത്യന്തികമായി നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിനും നമ്മുടെ വായനാ സംസ്കാരത്തിനുമെല്ലാം വലിയ സംഭാവനകളായി മാറുന്നത്. ഒരുപക്ഷെ ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് സാഹിത്യത്തെ സാഹിത്യോത്സവങ്ങളെ പ്രധാനമാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ തന്നെ നടന്ന പ്രധാന കാര്യങ്ങളിലൊന്ന്, ഈ പേരില്ലാതിരുന്ന ഈ ഹാളിന്
MT വാസുദേവൻ നായരുടെ പേര് നൽകുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിയപ്പെട്ട MLA ബാലചന്ദ്രനാണ് ആ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഏകകണ്ഠമായി തന്നെ ആ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുകയുമുണ്ടായി. അതിനെ തുടർന്ന് ലളിതാംബിക അനേകം പേരുകൾ ഉയർന്നു വന്നു. സ്വാഭാവികമായും സാമൂഹ്യ വേദികളുടെ ഈ കാലത്ത് അത്തരം ചർച്ചകൾ അപകടകരമല്ല എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ പേര് ഞങ്ങളുടെ വായനശാലയ്ക്ക്, അക്കാദമി ലൈബ്രറിക്ക് നൽകാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. അത് അവസാനത്തെ ദിവസം നടക്കുന്ന ഉപസംഹാര സമ്മേളനത്തിൽ വെച്ച് ഉണ്ടാകും. ആ പ്രഖ്യാപനം ഉണ്ടാകും. ഈ പേരിടലുകൾ വെറും പേരിടലുകൾ മാത്രമല്ല, നേരെ മറിച്ച് നാം എത്ര ആദരവോടെയാണ്, എത്ര സ്നേഹത്തോടെയാണ് നമ്മുടെ എഴുത്തുകാരെ കാണുകയും സ്വീകരിക്കുകയും അവർക്ക് വലിയ പ്രാധാന്യം സമൂഹത്തിലും സംസ്കാരത്തിലും നൽകുകയും ചെയ്യുന്നത് എന്നതിൻ്റെ വലിയ തെളിവ് കൂടിയാണ്. പ്രതീകാത്മകമായ പേരിടലുകളാണ് അവ, കേവലമായ നാമകരണ ചടങ്ങുകൾ അല്ല എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ദിവസം ഒരു വേദിയിൽ മുഴുവനായി തന്നെ MTയെക്കുറിച്ചുള്ള ഒരു ചർച്ച ഇവിടെ നടക്കുന്നത്. MTയുടെ കഥയെയും കാലത്തെയും കുറിച്ചുള്ള ഒരു ചർച്ച, MTയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ച, MT സാഹിത്യത്തിൽ കൊണ്ടുവന്ന പുതിയ കാലത്തെക്കുറിച്ചുള്ള ചർച്ച, അദ്ദേഹത്തിൻ്റെ അനേകം കൃതികളെയും ജീവിതത്തിൻ്റെ അനേകം മാനങ്ങളെയും കുറിച്ചുള്ള ചർച്ച ഇവിടെ ആദ്യത്തെ ദിവസം തന്നെ ബഷീർ വേദിയിൽ നടക്കുന്നുണ്ട്. അത് MTയെക്കുറിച്ചുള്ളൊരു ചർച്ച മാത്രമായിരിക്കില്ല എന്ന് നമുക്കറിയാം. അത് ഒരു പുതിയ കാലത്തെക്കുറിച്ച്, അദ്ദേഹം കൊണ്ടുവന്ന പുതിയ ലോകത്തെക്കുറിച്ച്, ആശയങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിന് ശേഷം സാഹിത്യത്തിനുണ്ടായ മുന്നോട്ട് പോക്കുകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ സാഹിത്യ പത്രാധിപത്യത്തെക്കുറിച്ച് എല്ലാമുള്ള ഒരു വലിയ ചർച്ചയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തന്നെ സംശയമില്ല. എന്നാൽ ഇവിടെ എഴുത്തുകാർ മാത്രമല്ല ആഘോഷിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ സാഹിത്യം സൃഷ്ടിക്കുന്നത് അത് പുതിയ സിദ്ധാന്തങ്ങൾ വെച്ചായാലും സിദ്ധാന്തങ്ങളൊന്നുമില്ലെങ്കിലും എഴുത്തുകാർ മാത്രമല്ല, വായനക്കാർ കൂടിയാണ്. കാരണം ഓരോ വായനക്കാരനും അഥവാ വായനക്കാരിയും ഏത് ജെൻഡറിൽപ്പെട്ട വായിക്കുന്നയാളും വായിക്കുന്നത് ഒരേ പുസ്തകമല്ല. കാണുന്നത് ഒരേ പുസ്തകമാണെങ്കിലും അത് വായിക്കുമ്പോൾ ആ വായനക്കാരിലുണ്ടാകുന്ന ഓർമ്മകൾ, അവരുടെ അനുഭവങ്ങളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ലഭിക്കുന്ന പുതിയ അർത്ഥങ്ങൾ, അവർക്ക് പരിചയമുള്ള ലോകവും പരിചയമുള്ള മനുഷ്യരുമായി ആ നോവലിലെയോ കഥയിലെയോ അനുഭവങ്ങളെ ബന്ധപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പുതിയ ഉൾക്കാഴ്ചകൾ, ഇങ്ങനെ എഴുത്തുകാരും വായനക്കാരും ചേർന്നാണ് സാഹിത്യത്തെ മാത്രമല്ല സാഹിത്യ കൃതികളെപ്പോലും സൃഷ്ടിക്കുന്നത്. ഞാൻ സാഹിത്യ സിദ്ധാന്തങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. റോളാങ് ബാർത്തിനെ പോലുള്ള വലിയ ആളുകൾ അത് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു ബുക്കും ടെക്സ്റ്റും തമ്മിലുള്ള വ്യത്യാസമെന്ന്, പുസ്തകവും പാഠവും തമ്മിലുള്ള വ്യത്യാസമെന്ന്. ഓരോ കൃതിക്കും അനേകം പാഠങ്ങൾ ഉണ്ടാകുന്നത് വായനക്കാരുടെ പാരായണത്തിലൂടെയാണ്. ഓരോ വായനയും ഓരോ പുതിയ വായനയാണ്, പുതിയ കണ്ടെത്തലുകളാണ്. ആ രീതിയിൽ നാം എല്ലാം ചേർന്നാണ് സാഹിത്യത്തെ നിർമ്മിക്കുന്നത്. നോവലിനെയായാലും കവിതയായാലും നാടകത്തെയായാലും ഏത് സാഹിത്യ രൂപത്തെ ആയാലും വാസ്തവത്തിൽ കലാരൂപങ്ങളായാൽ പോലും ആത്യന്തികമായി ആസ്വദിക്കുന്നയാളും സൃഷ്ടിക്കുന്നയാളും ചേർന്നാണ് അവയെല്ലാം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സങ്കല്പത്തിലെ വായനക്കാർ എന്ന ഒരു ചർച്ച ഈ ഉത്സവത്തിൽ നടക്കുന്നത്. എഴുത്തുകാർ, പ്രത്യേകിച്ചും പുതിയ ഒരുപാട് എഴുത്തുകാർ ആർക്കു വേണ്ടിയാണ് തങ്ങൾ എഴുതുന്നത്? എൻ്റെ സങ്കല്പത്തിലുള്ള ഈ വായനക്കാർ, പാഠകർ ആരാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ആ സെഷനിൽ, ആ ചർച്ചയിൽ ചെയ്യുന്നത്. ഞാനിതിൽ പങ്കാളികളുടെ പേരുകളൊന്നും പറയുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഇതിൻ്റെ ബ്രോഷർ കിട്ടിയിട്ടുണ്ടാകും അഥവാ കിട്ടും. മറ്റൊരു ചർച്ച, വളരെ പ്രസക്തമായൊരു ചർച്ച, കവിതയും ഗാനവും എന്നതാണ്. പലപ്പോഴും
അവ്യക്തമായ അതിർത്തികളുള്ള രണ്ട് മേഖലകളാണ് കവിതയും ഗാനവും. പാടുന്ന അത് ചലച്ചിത്ര ഗാനമാകാം, മറ്റ് ഗാനങ്ങളാകാം. ഈ പാട്ടും കവിതയും തമ്മിൽ എന്താണ് ബന്ധം? പ്രത്യേകിച്ചും ചലച്ചിത്ര ഗാനങ്ങളുമായി എന്താണ് ബന്ധം? അല്ലെങ്കിൽ അവ തമ്മിൽ എന്താണ് വ്യത്യാസം? അവ കണ്ടെത്താനുള്ള ഒരു ശ്രമം എനിക്ക് എൻ്റേതായ ഉത്തരങ്ങളുണ്ട്. പക്ഷേ അവ കണ്ടെത്താനുള്ള കൂട്ടമായുള്ള ഒരു ശ്രമമാണ് കവിതയും ഗാനവും എന്ന ചർച്ചയിൽ നടക്കുക. മറ്റൊരു സുപ്രധാനമായ ചർച്ച ജനാധിപത്യവും ന്യൂനപക്ഷങ്ങളും എന്നതാണ്. ന്യൂനപക്ഷങ്ങൾ നിരന്തരമായി അടിച്ചമർത്തപ്പെടുകയും അവർ കൂടുതൽ വലിയ ന്യൂനപക്ഷങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നറിയാം. ഇന്ത്യൻ പൗരത്വം പോലും അനേകം മനുഷ്യരിൽ നിന്ന് എടുത്തു കളയപ്പെടുന്ന ഒരു കാലം. നാസി ക്യാമ്പുകൾ പോലുള്ള ക്യാമ്പുകളിലേക്ക് പൗരത്വമില്ലാത്തതിൻ്റെ പേരിൽ പ്രത്യേകിച്ചും കിഴക്കൻ ഭാഗങ്ങളിലുള്ള മനുഷ്യർ ആറ്റിത്തെളിക്കപ്പെടുന്ന ഒരു കാലം. ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ പാർശ്വവൽകൃതരുടെ പ്രശ്നങ്ങളെ ജനാധിപത്യവുമായി ചേർത്ത് ചർച്ച ചെയ്യുന്നതാണ് അത്. അതുപോലെ തന്നെ ഞാൻ എല്ലാത്തിനെക്കുറിച്ചും വിശദീകരിക്കുന്നില്ല. സാഹിത്യ വിമർശനവും നവമാധ്യമങ്ങളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യമുണ്ട്. സവിശേഷമായി കുട്ടികളുടേതായ ഒരു സാഹിത്യ ശില്പശാലയുണ്ട്. അതിൽ പലതരത്തിലുള്ള പരിമിതികൾ, കാഴ്ചാ പരിമിതികളോ കേൾവിയുടെ പരിമിതികളോ ഒക്കെ ഉള്ള കുട്ടികൾക്ക് സവിശേഷമായ പ്രാധാന്യവും പങ്കാളിത്തവും ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. കവിതയെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. ഒപ്പം തന്നെ എന്താണ് പുതിയത് എന്ന വിശാലമായ ചോദ്യം ഉന്നയിക്കുന്ന ഒരു സെഷനുണ്ട്. സാഹിത്യത്തിൽ നാം പലപ്പോഴും പുതിയത്, ആധുനികം, അത്യാധുനികം, അത്യന്താധുനികം മുതലായ വാക്കുകളൊക്കെ അർത്ഥമറിഞ്ഞും അറിയാതെയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ശരിക്കും പുതിയത് എന്ന ഒരു അന്വേഷണം ആ തരത്തിലുള്ള ഒരു ചർച്ചയിൽ നടക്കുന്നു. അതുപോലെ കവിതയിലെ പുതിയ പ്രവണതകളെക്കുറിച്ചുള്ള മറ്റൊരു ചർച്ച ഇന്ത്യയിൽ നിന്ന് പുറത്തു നിന്ന് വന്ന കവികൾ പ്രധാനമായും നടത്തുന്നു. അതിൽ പാലസ്തീൻ കവിയായ അസ്മ സൈസെ അവർ വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ഭുവൻ തപ്പാലി, അമർ ആകാശ് എന്നിവർ, ടെൻസിൻ സ്യുവൻ്റെ എന്ന വളരെ പ്രശസ്തനായ ടിബറ്റൻ കവി, ഇവർ ചേർന്നാണ് കവിതയിൽ എന്താണ് പുതിയത് എന്ന് അന്വേഷിക്കുന്നത്. അതുപോലെ സത്യാനന്തര കാലത്തെ നിരൂപക ദൃഷ്ടിയെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും അവരുടെ രണ്ടുപേരുടെയും പ്രസക്തിയും അവരുടെ ആശയങ്ങൾ തമ്മിലുള്ളൊരു സംവാദത്തിൻ്റെ സാധ്യതയും അന്വേഷിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട്. തീവണ്ടിയുമായി ബന്ധപ്പെടുത്തി സാഹിത്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു സെഷനുണ്ട്. അതിൽ തീവണ്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മുടെ വൈശാഖ മാഷ് ഉൾപ്പെടെ, വൈശാഖ മാഷും ടി ഡി രാമകൃഷ്ണനും ഷെനിലാലും ഒക്കെ റെയിൽവേയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതേസമയം എഴുതുന്ന ആളുകൾ എങ്ങനെയാണ് രണ്ട് ജോലികൾ മാത്രമല്ല ഈ തീവണ്ടി എന്ന് പറയുന്ന വലിയൊരു മെറ്റഫറാണ്, വലിയൊരു രൂപകമാണ്. അനേകം മനുഷ്യരെ വഹിച്ചുകൊണ്ട് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയും ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവുകയും ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ രൂപകമാണത്. ആ അർത്ഥത്തിൽ എങ്ങനെയാണ് തീവണ്ടി സാഹിത്യത്തിൽ പ്രവർത്തിക്കുന്നത്, കടന്നു വരുന്നത് എന്നന്വേഷിക്കുന്ന അപൂർവമായ രീതിയിലുള്ള ഒരു ചർച്ചയുണ്ട്. സാംസ്കാരികമായ പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കത്തെയും തുടർച്ചയെയും കുറിച്ചുള്ള മറ്റൊരു ചർച്ചയുണ്ട്. നമുക്കറിയാവുന്ന സാഹിത്യത്തിൻ്റെ പ്രാധാന്യം നൽകുന്ന അനേകം ആനുകാലികങ്ങളുണ്ട്. അവയെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരിക്കും അത്. കവിതാ വായനയുടെ 2 സെഷനുകളിൽ ഒരുപാട് പ്രത്യേകിച്ചും പുതിയ കവികൾ പങ്കെടുക്കുന്നുണ്ട്. കഥയെ സംബന്ധിച്ച എഴുത്തനുഭവങ്ങൾ പല കഥാകൃത്തുക്കളും അവരുടെ ഓരോ കഥയും ചില കഥകൾ എങ്ങനെ ഉണ്ടായി എന്നത് പറയുന്നത് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ പങ്കിടുന്ന സെഷനുണ്ട്. രാഷ്ട്രീയം പറയേണ്ടേ സാഹിത്യം എന്ന അതിപ്രധാനമായ ഒരു സെഷനുണ്ട്. എങ്ങനെയാണ് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയം അവതരിപ്പിക്കാൻ കഴിയുക? കാരണം അത് പ്രത്യക്ഷമായ മുദ്രാവാക്യങ്ങളിലൂടെ ആകില്ല. മനുഷ്യ ബന്ധങ്ങളിൽ എങ്ങനെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് മറ്റൊരു സമൂഹത്തെ സ്വപ്നം കാണുന്ന എഴുത്തുകാർക്ക് ഒരു സമാന്തര സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുക മുതലായ ആഴമേറിയ അന്വേഷണങ്ങൾ നടക്കും.
ദക്ഷിണേന്ത്യൻ കവിതയെക്കുറിച്ചും പെൺമയുടെ പുതുകാലത്തെക്കുറിച്ചും പല ഭാഷകളിലുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകളുണ്ട്. ഈ പല ഭാഷകളിലെ ജീവിതം അക്കാദമിയുടെ ആരംഭത്തിൽ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ചർച്ച കേരളത്തിലെ ഭാഷകൾ തമ്മിലുള്ള ഒരു സംവാദമായിരുന്നു. കാരണം നാം ഇന്ത്യയെക്കുറിച്ച് നമ്മളൊരു ബഹുഭാഷാ രാജ്യമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ നാം പലപ്പോഴും ആലോചിക്കാത്തൊരു കാര്യം കേരളവും ഒരു ബഹുഭാഷാ സംസ്ഥാനമാണ് എന്നാണ്. കാരണം ഇവിടെ കന്നഡയുണ്ട്, തുളുവുണ്ട്, ബാരയുണ്ട്, തമിഴുണ്ട്, അനേകം ഗോത്രഭാഷകളുണ്ട്. ഈ മാനക മലയാളം കൂടാതെ അനേകം മലയാളങ്ങളുണ്ട്. ഇവയെല്ലാം ചേർന്നതാണ്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ മാത്രമല്ല ഓരോ സംസ്ഥാനത്തിൻ്റെയും ബഹുസ്വരത, ബഹുഭാഷാത്വം ഉയർത്തിപ്പിടിക്കുക എന്നത് കൂടി അക്കാദമി ചെയ്യേണ്ടതുണ്ട് എന്ന ഉൾക്കാഴ്ചയിൽ നിന്നാണ് ആ തരത്തിലുള്ളൊരു ചർച്ച മുമ്പ് നടന്നതും ഇപ്പോൾ പുതിയ രീതിയിൽ പല ഭാഷകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കാൻ പോകുന്നതും. ചരിത്രവുമായി ബന്ധപ്പെട്ട് ചരിത്രനിരാസം ഇവയെ ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർ സംസാരിക്കുന്ന സെഷനുകളുണ്ട്. കുട്ടികളും പൗരരാണ് എന്ന പേരിൽ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. മലയാള ആധുനികതയുടെ 50 വർഷങ്ങളിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെ ഭാഷ മാറി, എങ്ങനെ ജീവിതം മാറി, എങ്ങനെ സാഹിത്യം മാറി എന്നുള്ള അന്വേഷണങ്ങളുണ്ട്. ഇന്ത്യൻ സാഹിത്യത്തിലെ മതേതരത്വ സങ്കല്പത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുണ്ട്. ഛായാചിത്രങ്ങളിലൂടെ സാഹിത്യ ചരിത്രം എങ്ങനെ അവതരിപ്പിക്കാമെന്ന് ഈ എഴുത്തുകാരുടെ ഫോട്ടോകൾ എടുക്കുന്ന ആളുകൾ തന്നെ സംസാരിക്കുന്ന അതിസവിശേഷമായ ഒരു സെഷനുണ്ട്. വായനയുടെ മാറുന്ന വഴികളെക്കുറിച്ച്, നാടകവും സിനിമയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച്, ഗ്രന്ഥശാല പ്രസ്ഥാനത്തെക്കുറിച്ച്, വായനയുടെ പുതിയ കാലത്തെക്കുറിച്ച്, ചിത്രകലയുടെ പുതിയ രൂപങ്ങളെക്കുറിച്ച്, മാർക്സിസത്തിലേക്കുള്ള ഇന്ത്യൻ വഴി എന്താണ് എന്നുള്ള ഏറ്റവും നവീനവും പ്രധാനവുമായ ഒരു അന്വേഷണത്തെക്കുറിച്ച്, സാഹിത്യ മലയാളം എങ്ങനെ പരിണമിച്ചു പോകുന്നു എന്നതിനെക്കുറിച്ച്, ഇന്ത്യ എന്ന സങ്കല്പവും എങ്ങനെയാണ് അത് ഏകസ്വരമായി പോയത് എന്നതിനെക്കുറിച്ച്, വിവിധ നോവൽ സങ്കല്പങ്ങളെക്കുറിച്ച്, വിവർത്തനത്തെക്കുറിച്ച്, കവിതയുടെ പുതിയ ഗതികളെക്കുറിച്ച്, മാറുന്ന ആഖ്യാനങ്ങളെക്കുറിച്ച്, സമാന്തരമായ പ്രസാധനത്തെക്കുറിച്ച് എല്ലാമുള്ള വിശിഷ്ടമായ ചർച്ചകൾ, വളരെ പ്രധാനരായ ചിന്തകരും എഴുത്തുകാരും പങ്കെടുക്കുന്ന ചർച്ചകൾ ഈ ദിവസങ്ങളിൽ നടക്കും. അതോടൊപ്പം തന്നെ സായാഹ്നങ്ങളിൽ വളരെ പ്രധാനമായ രീതിയിലുള്ള കലാപരിപാടികളും സംഗീത പരിപാടികളും ഉണ്ടാകും. ഒരു ബാബുരാജ് സായാഹ്നമുണ്ട്, നാടൻ പാട്ടുകളുണ്ട്. അത് കൂടാതെ ഈ പാനൽ ചർച്ചകൾ കൂടാതെ 2 എഴുത്തുകാർ തമ്മിലുള്ള 4-5 സംഭാഷണങ്ങളുണ്ട്. എഴുത്തുകാർ മാത്രമല്ല, അതിൽ ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ആ തരത്തിലുള്ള അർത്ഥവത്തായ സംഭാഷണങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ നിശബ്ദമാക്കപ്പെടുന്ന സംഭാഷണങ്ങളെ സശബ്ദമാക്കുക, അല്ലെങ്കിൽ അവയ്ക്ക് വീണ്ടും ശബ്ദം തിരിച്ചു കൊടുക്കുക, നിലച്ചു പോകുന്ന സംവാദങ്ങളെ വീണ്ടും ഒഴുക്കി വിടുക, അടച്ചു കളഞ്ഞ ജനലുകളെയും വാതിലുകളെയും പ്രകാശം വരുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കുക. ഈ ലക്ഷ്യങ്ങളോടെയാണ് ഈ മുൻ സാഹിത്യോത്സവം എന്ന പോലെ ഈ സാഹിത്യോത്സവവും നടക്കുന്നത്. അപ്പോൾ ലക്ഷ്യങ്ങളുടെ കാര്യത്തിലോ ഗൗരവത്തിൻ്റെ കാര്യത്തിലോ യാതൊരു സന്ധിയും ചെയ്യാതെ തന്നെയാണ് ഈ സാഹിത്യോത്സവവും ഇവിടെ നടക്കുന്നത് എന്നതാണ് പ്രധാനം. ഞാൻ സൂചിപ്പിച്ച പോലെ എത്ര ദിവസം എത്ര സെഷൻ എന്നുള്ളതല്ല, എന്ത് നടക്കുന്നു, എന്ത് ചർച്ച ചെയ്യുന്നു, എത്ര ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നു എന്നതാണ് ആത്യന്തികമായി ഒരു സാഹിത്യോത്സവത്തിൻ്റെ പ്രാധാന്യം നിർണ്ണയിക്കുന്നത്. ആ രീതിയിലുള്ള ഗൗരവപൂർണമായൊരു സാഹിത്യ സംവാദത്തിൻ്റെ വരുന്ന 4 ദിവസങ്ങളിലേക്ക് നിങ്ങളെ മുഴുവൻ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഇവിടെ വന്ന എല്ലാ അതിഥികൾക്കും അതിഥികൾ അല്ലാത്ത അക്കാദമിയിൽ തന്നെ അംഗങ്ങളായവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വളരെ ചുരുങ്ങിയ തോതിൽ പറയാൻ ശ്രമിച്ച ഈ ഫെസ്റ്റിവൽ പരിപ്രേക്ഷ്യത്തെക്കുറിച്ചുള്ള വിവരണം അഥവാ ചർച്ച അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വൈശാഖ മാഷ് നമ്മളോട് സംസാരിക്കും. ഒന്ന് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചാണ്, മറ്റൊന്ന് നമ്മുടെ ചില എഴുത്തുകാരെക്കുറിച്ചാണ്. നമ്മുടെ ഗവർണർ ഒരു ആചാരത്തെക്കുറിച്ച് പറഞ്ഞ് എല്ലാ സർവകലാശാലകളിലും ആചാരം ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അതിൻ്റെ പേര് വിഭജന ഭീതി ദിനം എന്നാണ്. പാകിസ്ഥാൻ്റെ
സ്വാതന്ത്ര്യദിനമാണ് ഓഗസ്റ്റ് 14. അന്ന് ഇവിടെ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നും പിറ്റേ ദിവസം സ്വാതന്ത്ര്യദിനം ആചരിക്കണമെന്നുമാണ്. അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് 364 ദിവസവും വിഭജന ഭീതി ദിനം അനുഭവിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾ. ഇന്ത്യയിലുള്ള എഴുത്തുകാർ 364 ദിവസം, 365ാമത്തെ ഒരു ദിവസമാണ് ഈ ഓഗസ്റ്റ് 15. ആ വിഭജന ഭീതി പരക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞു എന്താണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. മറ്റൊന്ന്, ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ച ഒരു നോവലിന് കേന്ദ്ര അക്കാദമി ഒരു പുരസ്കാരം കൊടുത്തപ്പോൾ ആ നോവലിനെ ഭർസിച്ചുകൊണ്ട് വളരെ സീനിയറായ ഒരു കവി സമൂഹ മാധ്യമങ്ങളിൽ കൂടെയും അല്ലാതെയും പ്രചരിപ്പിച്ചു. എഴുത്തുകാർക്ക് മനച്ചുരുക്കമല്ല വേണ്ടത്, മനവികാസമാണ് വേണ്ടതെന്നുള്ളതിന് തെളിവാണ് നമ്മുടെ സാഹിത്യോത്സവം. അതിനുള്ള ഉപാധി കൂടെയാണ് സാഹിത്യോത്സവം. പക്ഷേ നമ്മുടെ ചില എഴുത്തുകാർ, വളരെ മുതിർന്ന ഒരു കഥാകൃത്ത് കേരളത്തിൽ വിദ്യാഭ്യാസം അഭ്യസിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വലിയ ആളായതെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം. കേരളത്തിലെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് 97 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു പത്രമാധ്യമത്തിൽ കൂടെ ഇങ്ങനെ പറയാം, ലജ്ജാകരം എന്നതിനെ പറയാൻ പറ്റുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ സാഹിത്യോത്സവം ഈ രണ്ട് പ്രവണതകൾക്കും, ഈ വിഭജനത്തിൻ്റെ ഭീതി പുലർത്തുന്ന പ്രവണതകൾക്കും മുതിർന്ന എഴുത്തുകാരുടെ മനച്ചുരുക്കത്തിനെതിരെയും ഉള്ള വിശാലമായ വേദികളാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. സദസ്സിലുമുള്ള ഗുരുജനങ്ങൾ, സുഹൃത്തുക്കൾ, സഹോദരീ സഹോദരന്മാർ, എല്ലാവർക്കും നമസ്കാരം. അന്തർദേശീയ സാഹിത്യ ഉത്സവം ഇന്ന് മുതൽ നടക്കുകയാണ്. ഏകദേശം ഒരാഴ്ചക്കാലം സഹോദര സ്ഥാപനം നടത്തുന്ന ഈ ഉത്സവത്തിന് കേരള സംഗീത നാടക അക്കാദമിയുടെ എല്ലാ ആശംസകളും ആദ്യമായി നേരുകയാണ്. അതിനെന്തെല്ലാം സഹായം അക്കാദമിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങളും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഉത്സവം അതിഗംഭീരമായി നടക്കും എന്ന് ശ്രീ സച്ചിദാനന്ദൻ മാഷുടെ വർത്തമാനത്തിൽ നമ്മളെയൊക്കെ മനസ്സിലാക്കി തന്നു. എന്തെല്ലാമാണ് ഇതിൻ്റെ പിന്നിൽ നടത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ നടത്തണം. എഴുത്തുകാരും വായനക്കാരും, വായനക്കാരും എഴുത്തുകാരും, വായനക്കാരും വായനക്കാരും, എഴുത്തുകാരും എഴുത്തുകാരും തുടങ്ങി എല്ലാവരും നിരവധി വേദികളിൽ സംഗമിക്കുന്നു എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു വായനക്കാരനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവില്ല. പക്ഷെ അതാണ് സത്യം. വായന ചെണ്ടയിലാണെന്ന് മാത്രം. ഇത് രണ്ടും തമ്മിൽ ഇവിടെ സൂചിപ്പിച്ച വിഷയത്തിൽ ഞാൻ വൈശാഖൻ സാറിനോട് ചോദിച്ചു, വണ്ടിയും വായനക്കാരും, തീവണ്ടിയും വായനക്കാരും, ഒരു കൊട്ടുകാരും വായനക്കാരും എന്നുള്ളൊരു വിഷയം കൂടി ഇവിടെ ചേർക്കാമായിരുന്നു എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയണ്ടായി. എന്തായാലും ഇത്തരം മഹോത്സവങ്ങൾ നമ്മുടെ നാടിൻ്റെ, മൊത്തമായി പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ, ഉത്സവങ്ങൾ മനുഷ്യജീവനും സ്നേഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളും പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ് ഇതെല്ലാം നടത്തുന്നത് എന്നത് പരമമായ ലക്ഷ്യം. ഈ ഹാളിൻ്റെ പേര്, MT സാറിൻ്റെ പേരിൽ ഈ ഹാളിന് പേരിട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തുപോയതാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം, ജന്മദേശം കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എടപ്പാളിനും തൃത്താലക്കും ഇടയിലുള്ള കൂടല്ലൂർ പ്രദേശം എഴുത്തുകാർ മാത്രമല്ല നിരവധി കലകളുടെയും കൂടി കേന്ദ്രമാണ് എന്നത് മറ്റൊരു സത്യം. പ്രത്യേകിച്ചും കൊട്ടുകാരും എഴുത്തുകാരും ഏറ്റവും അധികം ബന്ധം പുലർത്തിയ, ഇല്ലെങ്കിൽ ഇന്നും നടക്കുന്ന ഒരു സ്ഥലമാണ് കൂടല്ലൂർ. തൊട്ടാട് മലമക്കാവ്. കേരളത്തിൻ്റെ
ചെണ്ട വാദ്യ വിദഗ്ധരിൽ. സാധാരണ ഇപ്പോൾ ഞാൻ കൊണ്ട് നടക്കുന്ന പ്രധാന വിഷയം ചെണ്ടയിലുള്ള തായമ്പക. തായമ്പകയിലുള്ള 2 ശൈലികൾ, ഒന്ന് പാലക്കാട് ശൈലിയും ഒന്ന് മലമക്കാവ് ശൈലിയുമാണ്. ഇപ്പോഴും എല്ലാവരും എടുത്ത് പറയുന്ന വിഷയവും അതാണ്. ഇത് രണ്ടും പാലക്കാട് ജില്ലയിൽ തന്നെയാണ് എന്നത് മറ്റൊരു പരമാർത്ഥ സത്യം. മലമക്കാവ് എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലുള്ള ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഒരു സംഗമ ഭൂമിയായിട്ട് ആ ഭൂമിയിലുള്ള ഒരു എഴുത്തുകാരനായിരുന്നു MT സാർ എന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വാദ്യവുമായി വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നെയൊക്കെ എൻ്റെ 25ാം വാർഷികം ഈ വിഷയത്തിൽ പുറപ്പെട്ടതിന് ശേഷം ഞാൻ കണ്ണൂർ ജില്ലയിലുള്ള മട്ടന്നൂരിൽ നിന്നാണ് വന്നതെങ്കിലും കഴിഞ്ഞ 58 കൊല്ലമായിട്ട് പാലക്കാട് ജില്ലയിൽ താമസിക്കുന്ന ഒരാൾ കൂടിയാണ്. 12ാമത്തെ വയസ്സിൽ പേരൂർ ഗാന്ധി സേവാസദനം കഥകളി വിദ്യാലയത്തിൽ ഒരു ചെണ്ട വിദ്യാർത്ഥിയായിട്ട് വന്നതാണ്. അന്ന് മുതൽ തുടങ്ങിയ പഠനം ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് സത്യം. അതിന് എനിക്ക് ഏറ്റവും ഓർമ്മിക്കാനുള്ളത് എൻ്റെ പേരിൽ ശങ്കരൻ കുട്ടി എന്നുള്ളതാണ്. കുട്ടികൾക്കാണ് എപ്പോഴും പഠിക്കാൻ പറ്റുക എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ പഠനത്തിന് അവസാനമില്ല. ഒരുപാട് ലോകങ്ങളിൽ ചെണ്ട സാധാരണ കൊട്ടുക എന്നാണ് പറയാറ്, ചെണ്ട കൊട്ടുക. പക്ഷേ ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ ചെണ്ട വായിക്കുക എന്ന രീതിയിലും കൂടി കൊണ്ട് നടക്കുന്ന, അതിന് ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഒരുപാട് രാജ്യങ്ങളിൽ, ഇന്ത്യക്കകത്തും പുറത്തും നിരവധി വാദ്യക്കാരിൽ, മൃദംഗത്തിലായാൽ സാക്ഷാൽ ഉമയാൾപുരം ശിവരാമൻ സാർ, നമ്മളെ വിട്ടുപോയ കാരക്കുടി മണി സാർ, ഡ്രംസിലാച്ചാൽ സാക്ഷാൽ ശിവമണി, തബലയിലാച്ചാൽ നമ്മളടുത്ത കാലത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോയ സാക്ഷാൽ സക്കീർ ഹുസൈൻജി, ഇവരുടെ കൂടെയെല്ലാം പുസ്തകമല്ലാത്ത വായന കൊണ്ട് നടക്കാൻ സാധിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. അവിടെയാണ് പുസ്തകം വായിച്ചാൽ എങ്ങനെ. ഇതിൻ്റെ ഇടയിലും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനുള്ള ഇഷ്ടം എനിക്കുണ്ട്. പക്ഷേ പുസ്തകമായിട്ടല്ല ഇപ്പോൾ സാധാരണ വായന നടന്നു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് വിഷയം വേണമെങ്കിലും നമ്മുടെ മൊബൈലിൽ എവിടെ ഏത് യാത്രയിലും വായിക്കാം എന്നുള്ള ആധുനിക യുഗത്തിലെ കണ്ടുപിടുത്തങ്ങൾ. ഇപ്പോൾ വായന കൂടുതൽ നടക്കുന്നത് മൊബൈൽ വഴിയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എങ്കിലും ഇത്തരം വായനകൾ എല്ലാറ്റിൻ്റെയും അന്തിമമായ ഉദ്ദേശം മനുഷ്യജന്മത്തിന് സുഹൃതവും സന്തോഷവും ഉണ്ടാവാൻ വേണ്ടിയുള്ളതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, കഴിഞ്ഞ മാസം 11, 12, 13 തീയതികളിൽ ഒരു ദേശീയ താളവാദ്യ ഉത്സവം നടത്താൻ സാധിച്ചു. അത് അതിഗംഭീരമായി എന്ന് കണ്ടവരും കേട്ടവരും അതിൽ പങ്കെടുത്തവരും എല്ലാവരും അത് പറയുന്നു എന്നതൊരു സത്യമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അതിൻ്റെ മറ്റൊരു രൂപമായിട്ട് സച്ചിദാനന്ദ സാർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. അതിൻ്റെ മറ്റൊരു രൂപത്തിൽ നേരത്തെ സൂചിപ്പിച്ച എഴുത്തുകാരായാലും വായനക്കാരായാലും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനുള്ളൊരു വിഷയം കൂടിയാണ് ഈ അന്താരാഷ്ട്ര സാഹിത്യോത്സവം എന്നുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. ഇത് ഇന്നത്തെ അവസ്ഥയിൽ, കേരളത്തിൻ്റെ അവസ്ഥയിൽ ഒരുപാട് ഉത്സവങ്ങൾ, അത് സാഹിത്യമായാലും സംഗീതമായാലും വാദ്യമായാലും നൃത്തമായാലും കഥാപ്രസംഗം ഉൾപ്പെടെ ഒരുപാട് ജില്ലകളിൽ കേരള സംഗീത നാടക അക്കാദമി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇത്തരം ഉത്സവങ്ങൾ ഒരു സഹോദര സ്ഥാപനം നടത്തുമ്പോൾ അതിൽ 100% ആത്മാർത്ഥമായി പങ്കുചേരുക എന്ന വിഷയം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിന് കൃത്യമായിട്ട് പങ്കുചേരും എന്ന വിഷയം ഞാൻ അറിയിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ അല്പം സ്വാർത്ഥം കൂടി പറയണമല്ലോ. 2026 ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ
ഇറ്റ്ഫോക്ക് അന്തർദേശീയ നാടകോത്സവം സംഗീത നാടക അക്കാദമി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാഹിത്യ ഉത്സവത്തിലും അടുത്ത നാടക ഉത്സവത്തിലും ഈ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും കൂടി കൂട്ടിക്കൊണ്ടുവന്ന് പങ്കെടുക്കണം. ഈ 2 ഉത്സവങ്ങളും അതിഗംഭീരമായി നടത്താൻ നമ്മൾക്ക് നിങ്ങളും നിങ്ങൾക്ക് നമ്മളും സമഭാവനയിൽ കൊണ്ടു നടത്താൻ സാധിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അന്തർദേശീയ സാഹിത്യ ഉത്സവത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദരണീയനായിട്ടുള്ള വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ അശോകൻ ചെരുവിലിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബുള്ളറ്റിൻ സ്വീകരിക്കുന്നത് കേരള ലളിതകലാ അക്കാദമിയുടെ ആദരണീയനായിട്ടുള്ള ചെയർപേഴ്സൺ ശ്രീ മുരളി ചീരോത്ത് അവറുകളാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക ലോകം ഏറെ ആഗ്രഹിച്ചിരുന്ന ഫെസ്റ്റിവലിൻ്റെ 2ാമത്തെ എഡിഷൻ, 2ാമത്തെ പതിപ്പ്, 2ാമത്തെ വർഷം ഇവിടെ വളരെ മനോഹരമായ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു കഴിഞ്ഞ വർഷം ഈ ഫെസ്റ്റിവൽ നടന്നതിന് ശേഷം ഈ വർഷം അതിൻ്റെ സമയമായപ്പോൾ വലിയ തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഈ ഫെസ്റ്റിവലുമായി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ പോലെ നേരത്തെ ഇവിടെ പരാമർശിച്ചതാണ്, അത്രയും ദിവസങ്ങളും അത്രയും വേദികളും ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിമിതികൾ സ്വാഭാവികമായിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇത്തരം ഒരു ഫെസ്റ്റിവലിൽ, അക്കാഡമിയുടെ ഫെസ്റ്റിവലിൽ, മറ്റു ധാരാളം ഫെസ്റ്റിവലുകൾ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ അക്കാഡമിയുടെ ഫെസ്റ്റിവലിൽ ഏതെങ്കിലും തലത്തിൽ പങ്കാളികളാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ സാംസ്കാരിക ലോകം ഒന്നാകെ. അപ്പോൾ വായനക്കാരെന്നുള്ള നിലയിലും ശ്രോതാക്കൾ എന്നുള്ള നിലയിലും പങ്കെടുക്കുന്നതിന് അതിലൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ എഴുത്തുകാരെന്നുള്ള നിലയിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ സ്വാഭാവികമായിട്ടും കഴിയില്ല. കഴിഞ്ഞ വർഷം പങ്കെടുപ്പിച്ച അത്രയും തന്നെ ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. നമ്മുടെ കേരളം ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും നമ്മുടെ ഒരു സാഹിത്യം എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. അപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് തന്നെ, അർഹരായിട്ട് തന്നെ ഇവിടെ പങ്കെടുക്കേണ്ടതായിട്ടുള്ള മലയാളത്തിലെ പല തലമുറകളിൽപ്പെട്ട, പല വിഭാഗങ്ങളിൽപ്പെട്ട പ്രതിഭകളെ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധം, നിസ്സഹായകമായ ഒരവസ്ഥയിൽ നമ്മൾക്ക് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻറ്റിനായാലും സെക്രട്ടറിക്കായാലും ഞങ്ങളെപ്പോലുള്ള മറ്റു ഭാരവാഹികൾക്കായാലും ഒക്കെ ഉണ്ട്. ആ ഒരു ഖേദം ഇതിൻ്റെ മുമ്പാകെ ഉണ്ട് എന്ന് ആദ്യമായി പറയട്ടെ. ഇപ്പോൾ ഈ ദിവസത്തെ പരിപാടി ഇന്ന് വൈകിട്ട് ആരംഭിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ഉച്ചതിരിഞ്ഞ് ഉദ്ഘാടന സമ്മേളനം, അതിനോട് ചേർന്ന ഒരു കലാപരിപാടി, പിന്നെ നാളെ മുതൽ വിവിധ സെഷനുകൾ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമൊക്കെ തന്നെ പങ്കെടുക്കാൻ സൗകര്യം കാലത്താണ് എന്ന് പെട്ടെന്ന് ഒരു ആവശ്യം വന്നതോടുകൂടി അതിൻ്റെ ഷെഡ്യൂളിൽ ചെറിയ മാറ്റം വരുത്തി കാലത്ത് മാത്രമായിട്ട് ഉദ്ഘാടനം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വരെ വേറെ പരിപാടികൾ ആവിഷ്കരിക്കാൻ അതിനിടയിൽ കഴിഞ്ഞിട്ടില്ല. വൈകിട്ട് നല്ലൊരു സംഗീത സദസ്സാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഫെസ്റ്റിവലിനുള്ളൊരു പ്രത്യേകത ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സാഹിത്യോത്സവങ്ങളുടെ പുതിയ മട്ടിലുള്ള, ഇപ്പോൾ പഴയകാലത്ത് സാഹിത്യ പരിഷത്തും ഒക്കെ തന്നെ ദീർഘമായ കാലയളവ് ദിവസങ്ങളെടുത്ത് വലിയ ഉത്സവങ്ങളൊക്കെ നടന്നതിൻ്റെ ചരിത്രമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നടക്കുന്ന മട്ടിലുള്ള സാഹിത്യോത്സവങ്ങളുടെ തന്നെ ഒരു സംവിധായകൻ എന്ന് പറയാവുന്നത് ഇന്നത്തെ അക്കാദമി അധ്യക്ഷനായിട്ടുള്ള സച്ചിദാനന്ദ മാഷാണ്. അദ്ദേഹത്തിൻ്റെ ലോക സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനമൊക്കെ ആയിട്ടുള്ള സുദീർഘമായ ബന്ധം. അപ്പോൾ അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു അക്കാദമി നടത്തുന്ന സാഹിത്യോത്സവം എന്നുള്ള നിലയ്ക്ക് അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ മറ്റ് പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളും പത്രങ്ങളും ഇപ്പോൾ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ തന്നെ സാഹിത്യോത്സവം ആരംഭിച്ചിട്ടുണ്ട്.
അപ്പോൾ സാഹിത്യോത്സവങ്ങളുടേതായിട്ടുള്ള ഒരു രീതി പൊതുവായിട്ട് ഒരു വ്യവസ്ഥാപിതം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു രീതി തന്നെ വന്നുപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ഏത് മട്ടിൽ ഒന്ന് ഭേദഗതി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിനും പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഉണ്ട്. മുഴുവൻ ആ കാര്യത്തിൽ ഒരു അഴിച്ചുപണികൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ വർഷം ചെറുതായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ, എന്തായാലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് സാഹിത്യം, എഴുത്ത് എപ്പോഴും പുതിയതായിരിക്കണം എന്ന് പറയുന്ന പോലെ സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളും എപ്പോഴും പുതുതായി ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ധാരണ പൊതുവേ ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സംഗതി, ഞാനൊരു പ്രഭാഷണത്തിലേക്ക് മുതിരുകയല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി സാഹിത്യോത്സവങ്ങൾ സാഹിത്യത്തെ മറ്റ് മാനവിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സാഹിത്യത്തിന് ഒരിക്കൽ പോലും സാഹിത്യമായിട്ട് ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല. അതിൻ്റെ ഊർജം, അതിൻ്റെ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്നത് മനുഷ്യജീവിതത്തിൽ നിന്നാണ്. മനുഷ്യജീവിതം അങ്ങനെ സാഹിത്യം മാത്രം ഉള്ളൊരു സംഗതിയല്ല. അവിടെ മനുഷ്യൻ ജീവിക്കുന്നത് കൃഷിയും കൈത്തൊഴിലും അതുപോലെ തന്നെയുള്ള നാനാതരം ജീവിത വ്യാപാരങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരൊരു വിഷയം അവരൊന്നും സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ സാഹിത്യം വായിക്കുന്നവർ പോലുമോ ആകണമെന്നില്ല അവിടെയൊക്കെ പ്രവർത്തിക്കുന്നവർ. പക്ഷേ സാഹിത്യത്തിന് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം സാഹിത്യത്തിന് അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കാൻ കഴിയില്ല, എഴുത്തിന് അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് നിന്നാൽ തന്നെ അത് അങ്ങേയറ്റം സങ്കുചിതവും അരോചകവുമായി മാറും. അപ്പോൾ അതുകൊണ്ട് സാഹിത്യോത്സവങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു സേവനം മറ്റ് മാനവിക വിഷയങ്ങൾ, മറ്റ് ജീവിത വ്യാപാരങ്ങൾ അതൊക്കെയായിട്ട് സാഹിത്യത്തെ ബന്ധപ്പെടുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ സെഷനുകളെക്കുറിച്ച് നേരത്തെ സച്ചിദാനന്ദ മാഷ് സൂചിപ്പിക്കുകയുണ്ടായി. അതിലൊക്കെ തന്നെ നമുക്കത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കേരളത്തെ പോലെ വളരെയേറെ സംസ്കാര സമ്പന്നമായ, വളരെയേറെ വായനക്കാരുള്ള, 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് സാഹിത്യോത്സവം നടത്തുമ്പോൾ വളരെയേറെ അതിനൊരു വലിയ പ്രസക്തിയുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ എഴുത്തിനെക്കുറിച്ചും നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ സമ്പത്തിനെക്കുറിച്ചും ഒക്കെ തന്നെ വലിയ അഭിമാനമുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെയുള്ള നമ്മുടെ എഴുത്തിനെ, ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഴുത്ത്, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഴുത്ത്, വലിയ മട്ടിലുള്ള വിപ്ലവകരമായ എഴുത്തിൽ പല പരിവർത്തനങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആധുനിക പ്രസ്ഥാനത്തിൻ്റെയും ഉത്തരാധുനിക പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള എഴുത്ത് ഒക്കെ തന്നെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും എത്ര കണ്ട് നമ്മുടെ നിലനിൽക്കുന്ന സാംസ്കാരിക വ്യവസ്ഥയ്ക്ക്, പ്രത്യേകിച്ചും നിലയുറപ്പിച്ച് നിൽക്കുന്ന സൗന്ദര്യ വ്യവസ്ഥയ്ക്ക് അതിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം നമ്മളെല്ലാവരും സ്വയം വിമർശനകരമായി ചോദിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അഭിമാനമുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ. പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്നത്തെ കേരളീയ സമൂഹത്തെക്കുറിച്ചാണ്. ഇന്നത്തെ കേരളീയ സമൂഹം, അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു മധ്യവർഗ രാഷ്ട്രീയ സ്വഭാവത്തിലേക്കും നമ്മൾ പലപ്പോഴും കൈയൊഴിച്ച സാമൂഹികമായ അനീതികൾ, ജാതി മേധാവിത്വം പോലെയുള്ള, മതഭ്രാന്ത് പോലെയുള്ള, മതരാഷ്ട്രവാദം പോലെയുള്ള വിദ്വേഷം, താല്പര്യം, ഇതര മതവിദ്വേഷം, അങ്ങനെയുള്ള പല സംഗതികളും ഒക്കെ തന്നെ കേരളത്തിലേക്ക് തിരിച്ചു വരികയും അതിൻ്റെ ഭാഗമായി മനുഷ്യജീവിതം തന്നെ അങ്ങേയറ്റം യാന്ത്രികമാവുകയും വീണ്ടും മനുഷ്യബന്ധങ്ങളിലേക്ക് സ്നേഹം നിരസിക്കപ്പെട്ട് ആചാരപരമാവുകയും ഒക്കെ ചെയ്യുന്ന, ഇതൊക്കെ പണ്ടുണ്ടായിരുന്നതും പിന്നീട് മാറിയതുമാണ്. അതൊക്കെ തന്നെ വീണ്ടും തിരിച്ചു വരികയും കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് പോലും നമുക്ക് വളരെയേറെ സങ്കടം തോന്നുന്ന, പ്രണയത്തിൽ പോലും ദാമ്പത്യബന്ധത്തിൽ കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിലുള്ള ബന്ധത്തിലുമൊക്കെ തന്നെ ഉണ്ടാകുന്ന ശൈഥില്യങ്ങൾ, അവിടെയൊക്കെ തന്നെ സ്നേഹം നിരസിക്കപ്പെടുന്നു. അങ്ങനെയുള്ള സംഗതികളുടെ അതിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന പല പത്രവാർത്തകളുടെയും ഒക്കെ വെളിച്ചത്തിൽ കേരളീയ സമൂഹത്തെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇതുവരെയുള്ള സാഹിത്യം എത്ര കണ്ട് നമുക്ക് നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ, സാമൂഹിക ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാഹിത്യത്തെ പരിശോധിക്കുമ്പോൾ കിട്ടിയ പുരസ്കാരങ്ങളുടെയും അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ വിൽപ്പനയുടെയും
ലോകത്തിൽ അതിൻ്റെ സാഹിത്യത്തിൻ്റെ ശ്രദ്ധയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് സാഹിത്യത്തെ പരിശോധിക്കുമ്പോൾ വലിയ അഭിമാനമുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനം എത്ര കണ്ടുണ്ടായി എന്നുള്ള മട്ടിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ സാഹിത്യം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. നമ്മൾ പലപ്പോഴും അഭിമാനത്തോട് പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ നടന്നിട്ടുള്ള നവോത്ഥാനത്തിൻ്റെയും അതിൻ്റെ ഭാഗമായി പിന്നീട് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും കർഷക തൊഴിലാളി മുന്നേറ്റത്തിൻ്റെയും ഒക്കെ ഭാഗമായി പല നേട്ടങ്ങളും കേരളത്തിനുണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഫ്യൂഡലിസ്റ്റ് ഘടനയ്ക്ക് അത് പരിക്കേൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറയുന്ന ഒരു കാര്യം, ജന്മിത്വം കേരളത്തിൽ മറ്റൊരു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത പോലെ, അവിടെ നടക്കാത്തതുപോലെ നമുക്ക് ജന്മിത്വം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ പറയാറുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണത്. പക്ഷേ ഈ ജന്മിത്വം അവശേഷിപ്പിച്ചു പോയ ആ സാംസ്കാരികമായ സ്വാധീനം, അതിൻ്റേതായിട്ടുള്ള വളരെ അരോചകമായിട്ടുള്ള മേധാവിത്വ പ്രവണതകൾ അതിപ്പോഴും നിലനിൽക്കുന്നു, പ്രകടമായിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലുള്ളത്. അപ്പോൾ രാജ്യത്ത് നടന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കും അതിൻ്റെ ഭാഗമായി നടന്ന നിയമനിർമ്മാണങ്ങൾക്കും അനുയോജ്യമായ അത്രയും വിപുലമായ, അത്രയും സമഗ്രമായ ഒരു സാംസ്കാരിക മുന്നേറ്റം ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയൊക്കെ പ്രകടമായിട്ടുണ്ടെങ്കിലും എഴുത്തിൻ്റെ ഭാഗമായി നടന്നോ എന്നുള്ളതുകൂടി ഒരു പരിശോധന വാസ്തവത്തിൽ നടക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ ചർച്ച ചെയ്യാനുള്ള വേദികളായിട്ട് ഈ ഒരു സാംസ്കാരികോത്സവത്തെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരുടെയും തുടർന്നുള്ള ദിവസങ്ങളിലെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബുള്ളറ്റിൻ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തി ഞാൻ നിർത്തുന്നു. Amar Akash is a young and promising Nepali poet and fiction writer. Cordially invite you, sir. Namaskar sabaiलाई. Namaste to all you people. I like to express few words. We feel honored to be invited here. It's an experience of a lifetime, a rare one. I always had a dream to touch the land of South India. Kerala provided me that auspicious chance. I am much obliged. Simplicity with its astonishing cultural heritage has grasped my soul like a serpent from the backwater. Small houses with tiled roof, hidden inside coconut and jackfruit trees, banana trees. Kerala in the saris has turned me into a child sitting in the lap of my mother, listening to the banging drums and cymbals that reminds the traditional music of Kathmandu. I am so moved by the harmonious environment between different religious communities. There are beautiful churches and temples and mosques at the same place, guiding the people with accordingly. Anyone can see the stupa and temples and mosques in the same place in Nepal too. Likewise, the root of Nepalese literature has connection with ancient scriptures of Buddhism and Hinduism. And Islam is not a new name for us in Nepal. Muslim communities can be found in the hills as well as in the Tarai region. One of the Muslim poet named Ali Mia, whom we call people's poet, he writes in the folk tradition of hill regions of Nepal. And
our mantra always has been like love for the elders, love for the youngers, and respect for the elders. I'm feeling like at home again after a long time of absence. I don't feel like I'm in a foreign land like I used to feel among the Americans or Europeans. The way we live, the way we act is same. Our culture and our lifestyle meets. Thank you. ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. നന്ദി രേഖപ്പെടുത്തുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗവും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയുമായ ശ്രീമതി VS ബിന്ദുവാണ്. സ്നേഹാദരപൂർവ്വം ക്ഷണിക്കും. ഏറ്റവും പ്രിയമുള്ളവരെ, എൻ വീട്ടിൽ വന്നൊന്നു നോക്കൂ. മാഷോട് അനുവാദം ചോദിച്ചുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ ആ ഒരു വാക്കങ്ങ് മാറ്റുകയാണ്. ഈ വീട്ടിൽ വന്നൊന്നു നോക്കൂ. കേരള സാഹിത്യ അക്കാദമി എല്ലാവരുടെയും വീടാണ്. എന്നാൽ ILFK തുടങ്ങുന്നതോടുകൂടി അതൊരു പ്രപഞ്ചം ആയി മാറുന്നു. അതായത് എല്ലാത്തിനെയും സകലതിനെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രപഞ്ചമായി മാറുന്നു. ഇപ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുകയാണ്. ഇന്ന് രാവിലെ പതാക ഉയർത്തലുണ്ടായി. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ വൈശാഖം മാഷാണ് പതാക ഉയർത്തിയത്. മാഷ്ക്ക് നന്ദി പറയുന്നു എല്ലാവരുടെയും പേരിൽ. സ്വാഗതം പറഞ്ഞത് കവിയും പ്രഭാഷകനും എഴുത്തുകാരനുമായ നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യ അക്കാദമി സെക്രട്ടറി ശ്രീ CP അബൂബക്കർ സാറാണ്. മാഷ്ക്കും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം. ഇരുന്നത് പ്രിയപ്പെട്ട MLA ശ്രീ P ബാലചന്ദ്രൻ മാഷാണ്. അദ്ദേഹത്തിനും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. കേരള സാഹിത്യ അക്കാദമി ILFKയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും MT ഓഡിറ്റോറിയം എന്ന് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്ന ഈ ഹാളിന് പേരിടുകയും ചെയ്ത ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ K രാജൻ അവർക്ക് ആദരപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഫെസ്റ്റിവൽ പരിപ്രേക്ഷ്യം നമ്മൾ കാണാതെ തന്നെ, ഒരുപക്ഷെ അത് വായിക്കാതെ തന്നെ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ച ഏറ്റവും ആദരണീയനായ എഴുത്തുകാരൻ പ്രിയപ്പെട്ട സച്ചിദാനന്ദൻ മാഷ്, കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റ് കൂടിയായ മാഷ്ക്ക് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീമതി ഡോക്ടർ R ബിന്ദുവാണ്. അത് ഏറ്റുവാങ്ങിയത് ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ കളക്ടറാണ്. രണ്ടു പേർക്കും ഈ അവസരത്തിൽ അക്കാദമിയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ പ്രകാശനം ചെയ്തത് അശോകൻ ചെരുവിൽ സാറാണ്. വൈസ് പ്രസിഡൻ്റാണ് സാഹിത്യ അക്കാദമിയുടെ. അത് സ്വീകരിച്ചത് പ്രിയപ്പെട്ട മുരളി ചെയർപേഴ്സൺ കേരള ലളിതകലാ അക്കാദമി. രണ്ടു പേർക്കും ഏറ്റവും ഹൃദയപൂർവ്വമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്ന് മുഖ്യാതിഥികളായി പങ്കെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷാണ്. VS പ്രിൻസ് സാറാണ്. അതുപോലെ MK വർഗീസ് പ്രിയപ്പെട്ട മേയറാണ്. സാന്നിധ്യമില്ലെങ്കിൽ കൂടി പ്രിയപ്പെട്ട മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷിൻ്റെ മനോഹരമായ സംഭാഷണം ഓർത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. സാന്നിധ്യമായിരിക്കുന്നത് നേപ്പാൾ വന്ന് പ്രിയപ്പെട്ട നമ്മോടിപ്പോൾ സംസാരിച്ചിരിക്കുന്നതിൽ ഒരാൾ ഭുവൻ തപാലിയ. I feel at peace among the thick woods എന്ന വരിയിൽ ഒരു കവിത നമ്മുടെ ഫെസ്റ്റിവൽ ബുക്കിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വായിച്ചതാണ്. ആ മനോഹരമായ വാക്കുകൾ നൽകുകയും കവിത ഒക്കെ തരികയും നമ്മോട് ഇനി സംവദിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ നദികൾ നമ്മുടെ തണ്ടലുകളാണെന്ന് ഗണ്ഡകി നദിയെക്കുറിച്ചൊരു കവിത ആ ബുക്കിനകത്തുണ്ട്. പ്രിയപ്പെട്ട അമർ ആകാശ് ഫ്രം നേപ്പാൾ, അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിൽ സാന്നിധ്യമായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കരിവെള്ളൂർ മുരളി മാഷ്, അതുപോലെ വിജയരാജ മല്ലിക എന്നിവർക്ക് ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം തൃശ്ശൂരിൽ
ഒരു മിന്നൽ പ്രളയം അതിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ ഫെസ്റ്റിവൽ വളരെ കാര്യമായി എല്ലാ ഘട്ടവും വിജയപൂർവ്വം പോകുവാൻ നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സച്ചി മാഷ്, സെക്രട്ടറി അബൂബക്കർ മാഷ്, അതുപോലെ വൈസ് പ്രസിഡൻറ്റ് അശോകൻ ചെരുവിൽ മാഷ്, മറ്റ് അക്കാദമി അംഗങ്ങൾ, ഏറ്റവും പ്രിയമുള്ള അക്കാദമി ജീവനക്കാർ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവർക്കെല്ലാം അക്കാദമിയുടെ പേരിൽ വളരെ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.